ഹലോ മക്കളെ, വെൽക്കം ടു 90+ ഇന്ത്യസ് ഫസ്റ്റ് ആനിമേറ്റഡ് ലൈവ് ട്യൂഷൻ. എന്തൊക്കെയുണ്ട് മക്കളെ, സുഖാണോ? ഗുഡ് ഈവനിങ്. ചായ കുടിച്ചോ എല്ലാരും? ഇന്നലെ മിസ്സിനോട് കണ്ടു പോയിട്ടേ ഉള്ളൂ അല്ലേ? ഇന്നും മിസ് തന്നെ ആണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടോ ആരെങ്കിലും? ഇന്നും മിസ് തന്നെ ആണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? ഇല്ലല്ലേ, നോന്നൊക്കെ പറയുന്നുണ്ട്. ശരിയായിരിക്കാം അല്ലേ? ശരിയായിരിക്കൂലേ? ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. ആർക്കാണ് സാർ ബർത്ത്ഡേ? അനിക, ഹാപ്പി ബർത്ത്ഡേ. ഒന്ന് വിളിക്കാം അനിക കുട്ടീനെ. ഹൗ ആർ യു ടീച്ചർ എന്ന് ചോദിച്ചു. ഫൈൻ. അനിക കുട്ടി, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു മാം. ഓക്കെ, കേക്കൊക്കെ മുറിച്ചോ? ഇല്ല, മുറിക്കാം. എപ്പോഴാ? നൈറ്റ് ആണോ? ഓക്കെ ഓക്കെ. ഇന്ന് എക്സാം ഇല്ലട്ടോ മക്കളെ, ഇന്ന് എക്സാം ഇല്ലേ. ഇന്നലെ കഴിഞ്ഞിട്ടല്ലോ ചാപ്റ്റർ. ഇന്നേക്ക് പഠിക്കാൻ നിങ്ങൾ ആരും അല്ലല്ലോ, അത്ര വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ, നമ്മളൊക്കെ ചെറിയ കുട്ടികളല്ലേ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തത് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇന്ന് നമ്മൾ ന്യൂ ചാപ്റ്റർ തുടങ്ങിയാലോ? ഇന്ന് നമ്മൾ ന്യൂ ചാപ്റ്റർ തുടങ്ങിയാലോ? റെഡി ആണോ? ആർ യു റെഡി? ആർ യു റെഡി? യെസ് ഓർ നോ? റെഡി ആണല്ലേ? എല്ലാവരും റെഡിയാണ്. അതിനു മുന്നേ ഇന്നലെ മിസ് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓർമ്മയുണ്ടോ? മിസ് ഇന്നലെ പറഞ്ഞിനി ഇന്ന് വരുമ്പോ അതിന് മറന്നു വരരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓർമ്മയുണ്ടോ മക്കളെ? യെസ്. ആരും പഠിച്ചു തീർത്തിട്ടില്ല എന്ന് മിസ്സിനറിയാം. കാരണം ഒറ്റ ദിവസം ഉള്ളൂ പഠിച്ചു തീർത്തിട്ടില്ല മിസ്സിനറിയാം. ബട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്തവർ ആരൊക്കെയുണ്ട്? SS പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തവർ ആരൊക്കെയുണ്ട് മക്കളെ? ആരുല്ലേ? ഉണ്ടല്ലേ, ഉണ്ട്, കുറച്ച് പേരൊക്കെ ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. എല്ലാവരും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണേ. എക്സാം ആവാനായി. ഇന്ന് ഏതാണ്? ഓഗസ്റ്റ് 2 അല്ലേ? ഓഗസ്റ്റ് 2 ആയില്ലേ? ഇനി എത്ര ദിവസമാണുള്ളത്? ഇനി നമുക്ക് മുന്നോട്ട് എത്ര ദിവസമാണുള്ളത് മക്കളെ? ഏകദേശം ഒരു 15-16 ദിവസമല്ലേ ഉള്ളൂ. ഏകദേശം നമ്മുടെ മുന്നിൽ 15-16 ദിവസം ഉള്ളൂ. അതിനുള്ളിൽ നമുക്ക് എത്ര സബ്ജക്ട് നമുക്ക് തീർക്കാനുണ്ട്? അതിനുള്ളിൽ നമുക്ക് എത്ര സബ്ജക്ട് പഠിച്ചു തീർക്കണം? ഓരോ സബ്ജക്റ്റിലും നമുക്ക് 4 or 3, 2 ഒക്കെ ആയിട്ടുള്ള ചാപ്റ്റർ ഉണ്ട്. ഇതൊക്കെ പഠിച്ചു തീർക്കണ്ടേ? ഇതൊക്കെ പഠിച്ചു തീർക്കണ്ടേ? തീർക്കണ്ടേ മക്കളെ? യെസ്, പഠിച്ചു തീർക്കണം, പഠിച്ചു തീർക്കണം. എന്നാണ് അപ്പൊ എക്സാം? ടൈം ടേബിൾ വന്നിട്ടുണ്ടോ? ടൈം ടേബിൾ വന്നിട്ടുണ്ടോ? നോ അല്ലല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശമാണ് പറയുന്നത്. ഒരു 15-16 ദിവസമൊക്കെ ആയിരിക്കും. മേ ബി 20-നോ 19-നോ ആയിരിക്കും എക്സാം തുടങ്ങുക. അതിനുള്ളിൽ നമുക്ക് ഇത്രയും സബ്ജക്ട് പഠിച്ചു തീർക്കണമെങ്കിൽ നമ്മൾ അത്രയും വലിയ കഴിവുള്ള ആൾക്കാരൊന്നല്ലല്ലോ. നമ്മൾ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് മുതൽ. ഇന്നലെ സ്റ്റാർട്ട് ചെയ്യാത്തവര് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യൂലേ? ചെയ്യൂലേ മക്കളെ? പവറല്ലേ? പവറല്ലേ? യെസ് ഓർ നോ? പവർ ആണെങ്കിൽ പവർ എന്ന് കമന്റ് ചെയ്തേ. ആരൊക്കെ പഠിക്കും നോക്കട്ടെ. പവർ ആണെങ്കിൽ പവർ ആണ് മിസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് കമന്റ് ഇട്ടേ. യെസ് ആണല്ലേ? പവർ ആണ് മിസ്. ഇന്ന് ടുഡേ എക്സാം ഇല്ലട്ടോ. യെസ്, പവർ ആണ്. അപ്പൊ എല്ലാവരും കമന്റ് ഇടാത്ത ഒരാൾ പോലും ഇവിടെ ഇരിക്കരുത്. കമന്റ് ഇടാത്ത ഒരാൾ പോലും ഇവിടെ ഇരിക്കരുത് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. പവർ ആണ് എല്ലാവരും. അപ്പൊ ഈ നെക്സ്റ്റ് ക്ലാസ്സിലെ റിവിഷനിലേക്ക് വരുമ്പോ ഫുൾ ചാപ്റ്റർ, സോഷ്യലിന്റെ ഫുൾ ചാപ്റ്റർ പഠിച്ചിട്ടായിരിക്കും വരിക അല്ലെ? ഇനി നമ്മൾ ഈ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ റിവിഷൻ ആയിരിക്കും. ആ റിവിഷനിലേക്ക് വരുമ്പോ എല്ലാവരും മിസ് തന്ന ക്യാപ്സ്യൂൾ നോട്ട് കൃത്യമായിട്ട് പള്ളി പുള്ളി വിടാതെ പഠിച്ചിരിക്കും. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? സെറ്റല്ലേ? സാർ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലൂ ടീഷർട്ടിനെ വിളിച്ചേ.
അതാ തേർഡ് റോല്. അതന്നെ അതന്നെ അതെ. ആ എന്താണ് പേര്? റിയോൺ. യെസ് മാം. നിനക്ക് എന്താണ് അവിടെ പണി? ഒന്നുമില്ല. കമന്റ് ഇട്ടോ നീ? ഇല്ല. എന്തുകൊണ്ട്? വൈ? ഒന്നുമില്ല. ഇവിടെ കേൾക്കുന്നില്ലേ മിസ് പറയുന്നത്? ഉണ്ട്. ഉണ്ട്. അപ്പൊ പിന്നെ ശ്രദ്ധിക്കായിട്ടല്ല അത് ഇടാത്തത്. മിസ് പറഞ്ഞ ഒരു ആള് പോലും കമന്റ് ചെയ്യാതെ അവിടെ ഇരിക്കരുതെന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞു. ആ കേട്ടില്ല. കേൾക്കണമെങ്കിൽ ഇവിടെ വേണം, ശ്രദ്ധ വേണം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടാ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എന്താണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്? ആരാണ് സർ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്? നൈനിക മോൾ. എന്തുവാണത്? മിസ് ഒന്ന് നോക്കട്ടെ കേട്ടോ അവിടെ. ഓക്കെ, നെക്സ്റ്റ്. അതർ. പവർ ആണോന്ന് നാളത്തേക്ക് അഥവാ റിവിഷൻ ക്ലാസ്സിലേക്ക് സോഷ്യൽ സയൻസ് പഠിച്ചു വരൂലേ? പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യൂലേ? പവർ അല്ലേ? യെസ്, പവർ ആണെങ്കിൽ പവർ എന്ന് കമന്റ് ചെയ്തേ. എല്ലാവരും ക്യാമറ ഓൺ ചെയ്തിരിക്കണം. എല്ലാവരും ക്യാമറ ഓൺ ചെയ്തിരിക്കണം ട്ടാ. നെക്സ്റ്റ്. ഹിബ. യെസ്. എന്താണ്? ആണോ? ഓക്കെ, ക്ലാസ് കേട്ടിരുന്നോളൂ ട്ടോ. പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ് ടീച്ചറോട് ലിങ്ക് മേടിച്ചൊന്ന് കാണണേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? റെഡി ആണെങ്കിൽ ഒരു ഫയർ ഇമോജി ഇട്ടേ. റെഡി ആണെങ്കിൽ എല്ലാവരും ഒന്ന് ഫയർ ഇമോജി ഇട്ടേ. ആരൊക്കെ റെഡി ആണ് നോക്കട്ടെ. നമ്മുടെ പുതിയ ചാപ്റ്റർ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള എത്ര വ്യക്തികളുണ്ട്? യെസ്, റെഡി ആണല്ലേ? റെഡി ആണെന്ന് കമന്റ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ 4th ചാപ്റ്ററിന്റെ നെയിം ആണ് ഫ്രം ദ ഗ്ലോബ് ടു ദ മാപ്പ് എന്നാണ് ട്ടോ. ഫ്രം ഗ്ലോബ് ടു ദ മാപ്പ് എന്നാണ്. ഗ്ലോബ് മുതൽ മാപ്പ് വരെ എന്നാണ്. എല്ലാവരും നോട്ടും ടെക്സ്റ്റും എടുത്തേ. എടുത്തോ? നോട്ട് എടുത്ത് പുതിയൊരു പേജ്, ഫ്രഷ് ആയിട്ടുള്ള ഒരു പേജ് എടുത്ത് ചാപ്റ്റർ 4 ഫ്രം ദ ഗ്ലോബ് ടു ദ മാപ്പ് എന്ന് എഴുതണം. ഹെഡിങ് ആക്കി എല്ലാവരും എഴുതണം ട്ടോ. ഫ്രം ദ ഗ്ലോബ് ടു ദ മാപ്പ്. ഗ്ലോബ് മുതൽ മാപ്പ് വരെ. വൃത്തിയിൽ വലുതാക്കി തന്നെ എഴുതണം ട്ടോ മക്കളെ. കണ്ടാൽ തന്നെ നമുക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് വരണം. അതുപോലെ എഴുതണം. മിനുക്കപ്പണികളൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതിയേ. നാലാമത്തെ ചാപ്റ്റർ ആണ് 4th ചാപ്റ്റർ. എഴുതുന്നില്ലേ? മിസ്സിനെ പറ്റിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എഴുതുന്നില്ലേ എല്ലാവരും? യെസ്, എഴുതി കഴിഞ്ഞ? Are you finish? യെസ്. എൽവിയ കുട്ടി കഴിഞ്ഞു. കൗശിക് കഴിഞ്ഞിട്ടില്ല. ക്രിസ്റ്റോ കഴിഞ്ഞു. ഇന്ന് എക്സാം ഇല്ല ട്ടോ മക്കളെ. ഇന്ന് എക്സാം ഇല്ല. പെട്ടെന്നാവട്ടെ, നമുക്ക് ചാപ്റ്റർ തുടങ്ങണ്ടേ. സ്കൂളിൽ എടുത്തിട്ടുണ്ടോ? ആരുടെയെങ്കിലും സ്കൂളിൽ എടുത്തിട്ടുണ്ടോ? ന്യൂ ചാപ്റ്റർ എടുത്തിട്ടുണ്ടോ? 4th ചാപ്റ്റർ ആരുടെയെങ്കിലും സ്കൂളിൽ എടുത്തിട്ടുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്, ഉണ്ടല്ലേ? ഓക്കെ. ഇനി നമ്മൾ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറയാൻ പോകുന്നത്. ജസ്റ്റ് ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ട്ടോ മക്കളെ പറയാൻ പോകുന്നത്. ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ് ഗ്ലോബ്. ഭൂമി ഉരുണ്ടിട്ടല്ലേ മക്കളെ?
അല്ലേ? ഭൂമി ഉരുണ്ടിട്ടാണ്. അതിന്റെ ഒരു ഏകദേശ ഷേപ്പാണ് അഥവാ അതിന്റെ ഒരു എക്സാക്ട് ഫോം ആണ് എന്ത്? ഗ്ലോബ്. ഗ്ലോബ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഗ്ലോബ് കണ്ടിട്ടുണ്ടോ? 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 യെസ്, കണ്ടവരുണ്ട്, കാണാത്തവരൊക്കെ ഉണ്ട്. ഓക്കെ, ഏകദേശം ഇതുപോലെയായിരിക്കും ഗ്ലോബ്. ഓക്കെ, ഏകദേശം ഇതുപോലെയായിരിക്കും ഗ്ലോബ് ട്ടോ. ഓക്കെ, അപ്പൊ ഭൂമി ഉരുണ്ടിട്ടാണ്. ഭൂമി ഏകദേശം ഇങ്ങനെ തന്നെ അല്ലേ? അതുപോലെ ഒരു എക്സാക്ട് ഫോം ആണ് എന്ത്? ഗ്ലോബ് എന്നത്. അതെന്താണെന്ന് ഇനി പറയാൻ പോകുന്നത് ട്ടോ. ഓക്കെ, ഭൂമിയുടെ ഉപരിതലത്തിലെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അഥവാ ഭൂമിയിലുള്ള ഓരോ സവിശേഷതകൾ മനസ്സിലാക്കാനും അതുപോലെ അതിന്റെ സ്ഥാനം നിർണ്ണയിക്കാനുമാണ് ഗ്ലോബ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് മക്കളെ ഗ്ലോബ് ഉപയോഗിക്കുന്നത്? ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരുന്നോളൂ, എന്നാൽ തന്നെ മനസ്സിലാവുള്ളൂ. ഇത് കുറച്ചൊരു ടഫ് ഉള്ള ചാപ്റ്റർ ആണ്. നമുക്കത് സിമ്പിൾ ആക്കി നമ്മൾ 90+ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ മനസ്സിലാവുള്ളൂ. മിസ് പറയുന്നത് മാത്രം എഴുതിയാൽ മതി, അല്ലാത്തതൊന്നും എഴുതണ്ട. മിസ് പറയൂ മക്കളെ ഇത് എഴുതണം എന്ന് പറയുന്നത് മാത്രം എഴുതിയാൽ മതി ട്ടോ. ഓക്കെ, എന്താണ് ഭൂമിയുടെ ഏകദേശം ഒരു ഫോമാണ്, അതായത് യഥാർത്ഥ ഒരു മാതൃകയാണ് ഗ്ലോബ് എന്നുള്ളത് അല്ലെ? ഗ്ലോബ് എന്നത് യഥാർത്ഥ മാതൃകയാണ്. അതുപോലെ എന്താണ് ഈ ഭൂമിയുടെ കറക്കങ്ങളും അതുപോലെ ഈ ഭൂമി കറങ്ങുമ്പോൾ അതിന്റെ ദിശകൾ മനസ്സിലാക്കാനും അതിന്റെ ടൈമിങ് കണക്കാക്കാനും സ്ഥാനം നിർണ്ണയിക്കാനും ഒക്കെയാണ് എന്തുപയോഗിക്കുന്നത് മക്കളെ? ഗ്ലോബ് ഉപയോഗിക്കുന്നത് ഈ സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ആർക്കെങ്കിലും തെക്ക് വടക്ക് പടിഞ്ഞാറൊക്കെ അറിയോ മക്കളെ? പറഞ്ഞേ, ഏതാണ്? വെസ്റ്റ് ആണോ, ഈസ്റ്റ് ആണോ, നോർത്ത് ആണോ ഒക്കെ പറഞ്ഞേ. ഏതാണ്? എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഏതാണ്? യെസ്, നോർത്ത് അല്ലേ? യെസ്, നോർത്ത് ആണ്. ബി ഏതാ മക്കളെ? ബി ഏതാണ്? പറഞ്ഞോളൂ, ബി ഏതാണ്? യെസ്, വെസ്റ്റ്. ബി വെസ്റ്റ് ആണ്. സി ഏതാണ് മക്കളെ? സി ഏതാണ്? യെസ്, സൗത്ത്. വെരി ഗുഡ്, സൗത്ത്. ഡി ഏതാണ്? ഡി ഏതാണ് മക്കളെ? ഈസ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും നോട്ട് എടുത്തിട്ട് ഇതുപോലെ എഴുതി വെച്ചേ. ഒരു പ്ലസ് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യാ? നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് എഴുതിക്കെ. എല്ലാവരും എഴുതിക്കെ. എല്ലാവരും എഴുതാൻ കേട്ടോ. എന്താണ് നൈനിക കുട്ടി? നൈനികനൊന്ന് വിളിച്ചേ. എഴുതുന്നില്ല, എല്ലാവരും എഴുതുന്നില്ലേ? ഈ നോട്ട് മാത്രം വരച്ചാൽ മതി, ഇത് എഴുതണ്ടേ? എന്ത്? ആദ്യം മിസ് പറയുന്നത് മാത്രം എഴുതൂ. മിസ് പറയാ. ഇപ്പൊ ഇത് മാത്രം എഴുതിയാ മതി ട്ടോ. പോയിന്റ് എഴുതണ്ട. പോയിന്റ് മിസ് പറയുമ്പോ മാത്രം എഴുതിയാ മതി. ഇത് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത്? നോർത്തും വെസ്റ്റും ഈസ്റ്റും ഒക്കെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതി വെക്കുന്നത്. ഇതൊരു ബോക്സ് ആക്കി അവിടെ എഴുതി വെക്കണം ട്ടോ. ഫതുവക്കുട്ടി, എന്റെ അടുത്ത് നോർത്ത് സൗത്ത് ഉണ്ട്, കോമ്പസ് ഉണ്ടോ? വെരി ഗുഡ്. എന്നാലും നോട്ടിലൊന്ന് എഴുതി വെക്കണം കേട്ടോ. ബേസിക് സയൻസിലെ ഓക്കെ. എന്നാലും നമ്മുടെ ചാപ്റ്ററിൽ നമ്മുടെ ഈ സംഭവം എഴുതി വെക്കണം കേട്ടോ. എഴുതി കഴിഞ്ഞാ?
എഴുതി കഴിഞ്ഞോ? ഹാൻഡ് റൈസ് ചെയ്യുന്നവരെല്ലാവരും കമന്റ് ചെയ്യണം. എന്താണ് റീസൺ എന്നുള്ളത് കമന്റ് ചെയ്യണം. ഓക്കെ, കമന്റ് ചെയ്താൽ മാത്രമേ മിസ് ആരോ വിളിക്കുന്നു. അവിൻ ഈ ടീച്ചർ ഇപ്പൊ പറഞ്ഞ ഈ നോർത്ത് വെസ്റ്റ് സൗത്ത് ഇല്ലേ, അത് ടെക്സ്റ്റിൽ കാണാനില്ലല്ലോ. അത് ടെക്സ്റ്റിൽ ഇല്ല, പക്ഷെ മിസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിട്ടാണ് ഇത് എഴുതിപ്പിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഇതിലെന്താണ് മക്കളെ പറയാൻ? ദ ഗ്ലോബ് ഈസ് ദ ട്രൂ മോഡൽ ഓഫ് ദ എർത്ത്. എന്താണ്? ഭൂമിയുടെ യഥാർത്ഥ ഒരു ഫോമാണ് എന്ത്? ഗ്ലോബ് എന്നുള്ളത്. ഭൂമിയുടെ യഥാർത്ഥ ഒരു ഫോമാണ് ഗ്ലോബ് എന്നുള്ളത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ആൻഡ് ടു ഡിറ്റർമൈൻ ദ ലൊക്കേഷൻ. എന്ന് വെച്ചാൽ ഭൂമിയുടെ അഥവാ ഭൂമിയുടെ ഓരോ സ്ഥാനം കണക്കാക്കാൻ വേണ്ടിയിട്ട്, ഭൂമിയിലുള്ള ഓരോ സ്ഥാനം ഈസ്റ്റും വെസ്റ്റും അതൊക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലോബ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. ഇത് എഴുതി വെച്ച്, അണ്ടർലൈൻ ചെയ്തത് എഴുതി വെച്ചേ, പോയിന്റ് ആക്കി എഴുതി വെക്കണം. എല്ലാവരും ക്യാമറ ഓൺ ആക്കിയിരുന്നേ. ക്യാമറ ഓൺ ആക്കാത്തവരൊക്കെ ക്യാമറ ഓൺ ആക്കിയിരുന്നേ. എഴുതി കഴിഞ്ഞോ? യെസ്. ഇപ്പൊ എല്ലാവർക്കും ഈസ്റ്റും വെസ്റ്റും നോർത്തും സൗത്തും ഒക്കെ അറിയാം ഇല്ലേ? ഇല്ല, അറിയൂലേ? അറിയാം. ഇനി നമ്മൾ ഗ്ലോബ് പഠിക്കുമ്പോ ഇതുപോലെ ആവശ്യം വരും, ഈസ്റ്റും വെസ്റ്റും നോർത്തും ഒക്കെ ട്ടോ. ടീച്ചർ ഈസ് വെരി ഗുഡ്, ക്യൂട്ട്. യെസ്, എഴുതി കഴിഞ്ഞല്ലേ? ഇനി നെക്സ്റ്റ് ആണ് ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ്. ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അക്ഷാംശ രേഖകൾ എന്നാണ് ട്ടോ. ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അക്ഷാംശ രേഖകൾ എന്നാണ്. അതെന്താന്ന് വെച്ചാൽ ഇതൊരു ഗ്ലോബ് അഥവാ ഇതൊരു ഭൂമി. ഇതൊരു ഭൂമിയാണ് മക്കളെ, ഇതൊരു ഭൂമിയാണ്. ഇതിന്റെ ഇങ്ങനെ നമ്മൾ വരക്കാറുണ്ട്. നമുക്ക് ഓരോ സ്ഥാനങ്ങളും അതുപോലെ ഓരോ ടൈമുകളൊക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വരക്കാറുണ്ട്. ഇതിനെയാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള എന്താണ് നേരെയുള്ള നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരക്കുന്ന ഓരോ വരകളെയുമാണ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരയ്ക്കുന്ന ഓരോ വരകളെയാണ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ രേഖാംശ രേഖകൾ എന്നാണ് ട്ടോ. രേഖാംശ രേഖകൾ എന്നാണ്. എന്നാൽ വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക് വരക്കുന്നതാണ് അക്ഷാംശ രേഖകൾ അഥവാ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരക്കുന്നതാണ്. എന്നാൽ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് വരക്കുന്നതാണ്. ക്ലിയർ ആണോ? എല്ലാവരും നോട്ടെടുത്തിട്ട് ഒരു ഭൂമി പോലെ ഒരു വൃത്തം വരയ്ക്കുക. ക്ലിയർ? ഒരു വൃത്തം വരച്ചിട്ട് ഇതുപോലെ രണ്ട് വര കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു മിനിറ്റ്. മനസ്സിലാവുന്നുണ്ടോ? നോട്ടെടുക്കുക. എല്ലാവരും ഒരു വൃത്തം വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് രണ്ട് വര വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാ? അതിന്റെ അടിയിൽ എന്നിട്ടിട്ട് എസ് എഴുതുക. എന്നിട്ട് ലോഞ്ചിറ്റ്യൂഡ് എന്ന് എഴുതുക. എന്നിട്ട് ലോഞ്ചിറ്റ്യൂഡ് എന്ന് എഴുതി വെക്കുക.
എഴുതി വെക്കണം. എല്ലാവരും നോട്ടും മിസ് ചെക്ക് ചെയ്യും. സുഹൃത എന്താണ്? ആ ആണോ? മിസ് ക്ലാസിന്റെ എൻഡിൽ കാണിച്ചു തരാട്ടോ. ഇതൊന്ന് പറയട്ടെ. ഓക്കെ, എന്താണ് മിസ് പറഞ്ഞത്? ഇവിടെ ഒരു വൃത്തം വരക്കുക, എന്നിട്ട് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരയ്ക്കുന്നതിനെയാണ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അഥവാ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. വരച്ചോ? എഴുതിയോ? ഫിനിഷ് ആയോ? അതുപോലെ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് വരയ്ക്കുന്ന രേഖകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? ഇതുപോലെ എഴുതി വെച്ചേ, ഇതുപോലെ എഴുതി വെച്ച് എല്ലാവരും നോട്ടിൽ ഇത് ഉണ്ടാവണം കേട്ടോ. എല്ലാവരും നോട്ടിൽ ഇതുപോലെ ഉണ്ടാവണം. മിസ് ചെക്ക് ചെയ്യും. എന്താണ്? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരയ്ക്കുന്ന രേഖകളെയാണ് രേഖാംശ രേഖകൾ അഥവാ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് വരയ്ക്കുന്ന രേഖകളെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് അഥവാ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. എഴുതി വെച്ചോ? ഫിനിഷ് ആയൊരു ഫിനിഷ് എന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ആസിയ, ഇപ്പൊ മനസ്സിലായോ? ഇത് കണ്ടില്ലേ? ഇവിടെ ചിത്രം കണ്ടില്ലേ? ഇതാണ് എന്താണ് വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക് ഇങ്ങനെ വരക്കുന്ന വരകളെയാണ് അഥവാ വൃത്തങ്ങളെയാണ് എന്ത് പറയുന്നത്? ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ് അല്ലേ? ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലല്ലേ ഉണ്ടാവുക. എന്താണ് മക്കളെ? വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക് വരയ്ക്കുന്ന രേഖകൾ ഇതുപോലെയുള്ള ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കല്ലേ? ഭൂമി എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കല്ലേ അല്ലേ മക്കളെ? ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കല്ലേ? ഭൂമിക്ക് റെസ്റ്റ് ഉണ്ടോ? എർത്തിന് റെസ്റ്റ് ഉണ്ടോ മക്കളെ? അതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയല്ലേ? അതിന് റെസ്റ്റ് ഉണ്ടോ? യെസ് ആർന്നോ? ഇല്ല. അപ്പൊ എന്താണ്? ഈ രേഖകളും ഇതുപോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കില്ലേ? അതാണ് വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക് വരക്കുന്ന രേഖകളെയാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുപോലെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരക്കുന്ന രേഖകളെയാണ് എന്ത് പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? ഈ ഒരു പോർഷൻ ക്ലിയർ ആണോ? യെസ് ഓർ നോ? ഇത് ക്ലിയർ ആയാൽ മാത്രമേ ബാക്കി ക്ലിയർ ആവുകയുള്ളൂ. യെസ്, ക്ലിയർ ആണല്ലേ? അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആർ ഇമാജിനറി ലൈൻ ദാറ്റ് കണക്ട് the point in the same angular distance on the both side of the equator with reference to the earth's center. എന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞു എന്താണ് പറയുന്നത് മക്കളെ? വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക് കറങ്ങുന്ന രേഖകളെയാണ് നമ്മൾ അക്ഷാംശ രേഖകൾ അഥവാ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഭൂമധ്യരേഖക്ക് സമാന്തരമായി വരച്ചിരിക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണ്. ഇത് വൃത്തങ്ങളല്ലേ? ഇത് വൃത്തങ്ങളായിട്ടല്ലേ കറങ്ങുന്നത്? ഭൂമി അങ്ങനല്ലേ കറങ്ങുന്നത്? ഇത് ഭൂമിയാണ്. ഭൂമി ഇങ്ങനല്ലേ കറങ്ങുക അല്ലേ? അപ്പൊ നമ്മൾ വരക്കുന്ന വരകൾ ഇതുപോലെ കറങ്ങുകയില്ലേ? ഇല്ലേ? യെസ് ഓർ നോ? കറങ്ങുകയില്ലേ? എന്താ ആർക്കും ഉഷാറില്ലാത്തത്? മനസ്സിലാവാറ്റാണോ? യെസ്, ഇതുപോലെ കറങ്ങും. അപ്പൊ നമ്മൾ ഈ വരച്ച ഓരോ വൃത്തങ്ങളും ഇതുപോലെ ഇങ്ങനെ
കറങ്ങിക്കൊണ്ടിരിക്കൂല, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഇത്. ഭൂമി 24 മണിക്കൂറും റൊട്ടേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ലാറ്റിറ്റ്യൂഡ് ആണെങ്കിലും അതുപോലെ ലോഞ്ചിറ്റ്യൂഡ് ആണെങ്കിലും ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാവരും ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് എഴുതിക്കേ. ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് എഴുതിക്കേ. ഫസ്റ്റത്തെ പോയിന്റ് മാത്രം എഴുതിക്കേ. ഫസ്റ്റത്തെ പോയിന്റ് മാത്രം ഒന്ന് എഴുതിക്കേ. ആരാണ് ഗുഡിയണി ആരാണ് കനിയോ? കനിക്കുട്ടി ഇപ്പോഴാണോ കേറിയത്? കനിക്കുട്ടി ഇപ്പോഴാണോ കേറിയത്? ഹാൻഡ് റൈസ്. ആഗ്നേ ടീച്ചർക്ക് മറ്റേ ഫസ്റ്റ് എടുത്തില്ലേ നോർത്തും സൗത്തും ഒക്കെ എഴുതാൻ പറഞ്ഞേ, അതില് നോർത്ത് ഒക്കെ എഴുതിയില്ലേ, അതാണ് എഴുതണ്ടേ. മിസ് ഇവിടെ എഴുതി കാണിച്ചു തന്നില്ലേനോ, എന്നിട്ടിട്ട് ഇതുപോലെ നോർത്ത് ടു സൗത്ത് എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്ന് എഴുതിയില്ലേനോ, അല്ല ലോഞ്ചിറ്റ്യൂഡ് എന്ന് എഴുതിയില്ലായിരുന്നോ? അത് എഴുതിയില്ലേ? അത് എഴുതണമെന്നില്ല, അത് എഴുതണമെന്നില്ല. മിസ് ഇതുപോലെ വരച്ച എഴുതില്ലേ, എങ്ങനെ വരച്ച് കണ്ട് എഴുതിയത് എഴുതിയില്ലേ? പ്ലസ് വരച്ച് എഴുതിയില്ലേ? അത് എഴുതിയില്ലേ? അത്രേ ഉള്ളൂ ട്ടോ. ഓക്കെ, എന്താണ് ശ്രദ്ധ? ഇതിന് മുന്നേ പറഞ്ഞതും ഇതും മനസ്സിലായിട്ടില്ല. മുന്നേ പറഞ്ഞത് ഏതായിരുന്നു? ഇതാണോ? ഓക്കെ, നമ്മളെ ഭൂമി എങ്ങനെയാണ്? കറങ്ങിക്കൊണ്ടിരിക്കല്ലേ? അതൊരു ഒരു വൃത്താകൃതി അല്ലേ? റൗണ്ട് ഷേപ്പ് അല്ലേ ഭൂമി? ഭൂമി ഉരുണ്ടിട്ടുള്ളതല്ലേ? അല്ലേ? അപ്പൊ അതിന്റെ ഒരു എക്സാക്ട് ഫോം ആണ് എന്ത്? ഈ ഗ്ലോബ് എന്നുള്ളത്. ഇതുപോലെയുള്ള ഗ്ലോബ്. ഓക്കെ, ഭൂമിയുടെ അതേ രൂപത്തിലുള്ളതാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഈ ഗ്ലോബ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് കേട്ടോ. ഈ ഗ്ലോബ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഓരോ ഈ വെസ്റ്റ് ഈസ്റ്റ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ പറയുന്നത് എന്താണ്? ഭൂമിയുടെ നോർത്ത് നിന്ന് സൗത്തിലേക്ക് ഈ ഓരോ വൃത്തങ്ങൾ അഥവാ രേഖകൾ വരയ്ക്കുന്നുണ്ട്. നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടിട്ട്, നോർത്തും സൗത്തും സ്ഥാനങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അതിന് നോർത്ത് നിന്ന് സൗത്തിലേക്ക് വരയ്ക്കുന്ന രേഖകളെയാണ് ലോഞ്ചിറ്റ്യൂഡ് അഥവാ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക് വരയ്ക്കുന്ന ഓരോ രേഖകളെയാണ് നമ്മൾ പറയുന്നത് ലാറ്റിറ്റ്യൂഡ് അഥവാ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ക്ലിയർ? റേഞ്ച് ഇഷ്യൂ ഉണ്ടോ? ഇവിടെ ഓക്കെ ആണല്ലോ. ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കൂട്ടോ. ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കൂട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്? ഇത് കണ്ടോ? ഇത് കണ്ടിട്ടുണ്ടോ? ഇത് ഭൂമി തന്നെ. ഭൂമിയെ രണ്ടാക്കി മുറിച്ചിട്ടുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഭൂമധ്യരേഖയുടെ അടിസ്ഥാനത്തിൽ അക്ഷാംശ രേഖകൾ അഥവാ ലാറ്റിറ്റ്യൂഡും അഥവാ ലോഞ്ചിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ 2 പാർട്ടാക്കി തിരിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടോ. ഭൂമിയെ 2 പാർട്ടാക്കി തിരിച്ചിട്ടുണ്ട്. എങ്ങനെ? രേഖാംശ രേഖയും അക്ഷാംശ രേഖയും അടിസ്ഥാനത്തിൽ, ലോഞ്ചിറ്റ്യൂഡിന്റെയും ലാറ്റിറ്റ്യൂഡിന്റെയും അടിസ്ഥാനത്തിൽ ഭൂമിയെ 2 ആക്കി തിരിച്ചിട്ടുണ്ട്. 2 ആയി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് എന്നാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത്. ഇത് 5th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഒരു 10ലൊക്കെ പഠിക്കേണ്ട സാധനമാണ്. അതാ ഇപ്പം പഠിച്ചത്. ഓക്കെ,
ഇനി അത് എങ്ങനെയാണെന്നാ നമ്മൾ ഇവിടെ പറഞ്ഞു ഇത് നോർത്ത് ആണ് ഇവിടെ സൗത്ത് ആണ് എന്ന് പറഞ്ഞില്ലേ നോർത്ത് ആണ് സൗത്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ അർദ്ധഗോളങ്ങൾ രണ്ട് ഭാഗങ്ങളാക്കി എന്നാണ് പറയുന്നത് രണ്ട് ഭാഗങ്ങളാക്കി എന്നാണ് പറയുന്നത് ഭൂമിയെ രണ്ട് ഭാഗങ്ങളാക്കിയിട്ടുണ്ട് നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സദേൺ ഹെമിസ്ഫിയർ എന്നും പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആണോ ഭൂമിയെ രണ്ട് പാർട്ടാക്കി നോർത്തിനും സൗത്തിനും രണ്ട് പാർട്ടാക്കി ഒന്ന് നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും രണ്ട് സദേൺ ഹെമിസ്ഫിയർ എന്നും കഴിഞ്ഞ പേജ് കാണിക്കാം ഓക്കെ ഇത് കഴിഞ്ഞ് പറഞ്ഞിട്ടല്ലേ മിസ് മാറ്റിയത് ഒരു മിനിറ്റ് ഇത് പറഞ്ഞ് തീർത്തിട്ട് കഴിഞ്ഞ നെക്സ്റ്റ് സ്ലൈഡ് കാണിക്കട്ടാ സോറി ലാസ്റ്റ് കാണിച്ച സ്ലൈഡ് കാണിച്ചു തരാം ഓക്കെ എന്താണ് നമ്മൾ പറഞ്ഞത് ഭൂമിയെ ഇതൊരു ഭൂമിയാണെങ്കിൽ ഭൂമിയെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് എന്നാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ നോർത്ത് എന്നും ഇവിടെ സൗത്ത് എന്നുമാണ് എന്നല്ലേ അപ്പൊ ഈ നോർത്ത് എന്നും സൗത്ത് എന്നും രണ്ട് ഭാഗങ്ങളാക്കി നോർത്തേൺ ഹെമിസ്ഫിയർ ടെക്സ്റ്റിലില്ലേ ടെക്സ്റ്റ് എല്ലാരും എടുത്തു വെച്ചേ എവിൻ കൃഷ്ണൻ ഒന്ന് വിളിച്ച് ടെക്സ്റ്റ് എല്ലാരും എടുത്തു വെക്കണട്ടാ ടീച്ചറെ അപ്പൊ ഇതിലെ ഇന്ത്യ ഏതിലാ പെടുന്നത് എന്താണ് ഇന്ത്യ ഏതിലാ അത് നമുക്ക് വയ്യ പറഞ്ഞു തരാട്ടാ ഇത് നമ്മൾ പഠിക്കുക എന്നിട്ട് നമുക്ക് ഇന്ത്യ പറയാട്ടാ ഓക്കെ ക്ലിയർ ആയോ ഇതെന്താണ് നമ്മൾ രണ്ട് പാർട്ടാക്കിയിട്ടുണ്ട് എന്നല്ലേ എന്താണ് ഈ ഭൂമിയെ നമ്മൾ രണ്ട് പാർട്ടാക്കിയിട്ടുണ്ട് ഒന്ന് നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും രണ്ട് സദേൺ ഹെമിസ്ഫിയർ എന്നും രണ്ട് ഭാഗങ്ങളാക്കി അതാണ് ഇതിൽ പറയുന്നത് ബേസ്ഡ് ഓൺ ദ equator the earth can be imagined as two hemisphere ഈ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ അർദ്ധഗോളങ്ങൾ എന്നാണ് ട്ടോ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ അർദ്ധഗോളങ്ങൾ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ അർദ്ധഗോളങ്ങൾ പേജ് നമ്പർ 15 പേജ് നമ്പർ 15 ആണ് ട്ടോ അതില് ടെക്സ്റ്റ് ബുക്കില് എല്ലാവരും ഇത് കാണുന്നുണ്ടോ ഈ പിക്ചർ കാണുന്നില്ലേ ഒന്ന് തലയാട്ടിക്കേ കാണുന്നവരെ യെസ് എന്താണ് ഗൂഗിൾ ഡൗട്ട് കമന്റ് ചെയ്തേ യെസ് ഇതിനെ ഈ ഭൂമിയെ രണ്ട് പാർട്ടാക്കി നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സദേൺ ഹെമിസ്ഫിയർ എന്നും പറയുന്നുണ്ട് നെക്സ്റ്റ് പറയുന്നത് എന്താ ദ ഹെമിസ്ഫിയർ that lie to the north of the equator is called northern hemisphere and the hemisphere that lie to the south of the equator is called southern hemisphere എന്താണ് ഇപ്പൊ മിസ് പറഞ്ഞില്ലായിരുന്നോ എന്താണ് നോർത്തിനെ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സൗത്തിനെ സദേൺ ഹെമിസ്ഫിയർ എന്നുമാണ് പറയുന്നത് ക്ലിയർ ആണോ ഇത്രയും ക്ലിയർ ആണെങ്കിൽ ഒരു തംസ് അപ്പ് അടിച്ചേ ഇതിങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് ബാക്കി മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ പോർഷൻ കഴിയുമ്പോൾ ക്ലിയർ ആണോ എന്ന് ചോദിക്കുന്നത് ആരാണ് ആ നോ എന്ന് പറഞ്ഞത് ഏതാണ് ഷൗദിൻ എന്താണ് ഇതാണോ ഓക്കെ ബാക്കിലോട്ട് കാണിക്കാനോ അതാണിത് ഇത് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതാരായി ഡിസ്ലൈക്ക് അടിച്ചു എഴുതിയോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ട്ടോ യെസ് എനിക്ക് ഈ നോർത്ത് അത് മനസ്സിലായില്ല
ഇപ്പൊ എടുത്തതാണോ മനസ്സിലായേ? ഭൂമിയെ നമ്മൾ 2 പാർട്ടാക്കിയിട്ടുണ്ട്. മനസ്സിലാവാത്തവരുടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ, മനസ്സിലാവാത്തവരുടെ ശ്രദ്ധിച്ചോളൂ. ഭൂമിയെ നമ്മൾ 2 പാർട്ടാക്കിയിട്ടുണ്ട്. ഒന്നാമത്തേതിന് നമ്മൾ എന്ത് പറഞ്ഞു? നോർത്തേൺ ഹെമിസ്ഫിയർ. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ഇല്ലേ? അത് ക്ലിയർ ആണോ? നോർത്തും സൗത്തും വെസ്റ്റ് ഈസ്റ്റും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ എന്താ, ഈ ഭൂമിയെ നമ്മൾ 2 പാർട്ടാക്കി. നോർത്തേൺ ഹെമിസ്ഫിയർ, ഓക്കെ, നോർത്തിലുള്ളതിനെ നോർത്തേൺ ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ അർദ്ധഗോളങ്ങൾ എന്നാണ് കേട്ടോ. ക്ലിയർ ആണോ? രണ്ടാമത്തെ സദേൺ ഹെമിസ്ഫിയർ എന്നും ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ക്ലിയർ ആണോ? അത്ര ഇവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഗോകുലിനെ വിളിച്ചേ. എനിക്കൊരു സംശയം. ഇതാണോ? ഇത് പഠിപ്പിച്ചില്ലല്ലോ. ഇത് പഠിപ്പിച്ച് ഇത് എഴുതാനല്ലേ പറഞ്ഞു. ഇതല്ലേ മിസ് പറഞ്ഞെന്ന്. ഇത് എന്താ പറയാ, നോർത്തിൽ നിന്ന് സൗത്തിലേക്കുള്ളതിനെ നമ്മൾ എന്താ പറയാ, സൗത്തിൽ വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കുള്ളതിനെ നമ്മൾ എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞില്ലായിരുന്നോ? ഓ, അതാണ്. ഇംഗ്ലീഷ് ഒരു വട്ടം മിസ് വായിച്ചു, ശ്രദ്ധിച്ചില്ലായിരുന്നോ? മിസ് ഒരു വട്ടം വായിച്ചു. ആദ്യം മിസ് എന്താ കാര്യം എന്ന് മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. എന്നിട്ടാണ് മിസ് ഈ ഇംഗ്ലീഷ് വായിച്ച് പറയുന്നത് കേട്ടോ. എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. 2 പോയിന്റ് പറഞ്ഞിരുന്നു. അതിൽ എഴുതാൻ പറഞ്ഞത് ഫസ്റ്റ് പോയിന്റ് മാത്രമാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക് കറങ്ങുന്ന രേഖകളെയാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്ന്. ക്ലിയർ? ഇത് എന്തിനാ ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നമുക്ക് പഠിക്കുന്നത്? നമുക്ക് ഭൂമിയുടെ ഓരോ സ്ഥാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ? അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്താണ് ഇപ്പൊ ക്ലിയർ ആയോ? ലാറ്റിറ്റ്യൂഡ് എന്താന്ന് ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് എന്താണ് ഭൂമധ്യരേഖയുടെ അഥവാ ഭൂമധ്യരേഖയ്ക്ക് നേരെ ഇങ്ങനെ സർക്കിളായി വൃത്തമായിട്ടല്ലേ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭൂമി ഇങ്ങനെ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഈ ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കൂലേ? അതാണ് അക്ഷാംശ വൃത്തങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ? സർഫസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ആർക്കെങ്കിലും ഇത് മനസ്സിലാവാത്തതുണ്ട്, അത് മനസ്സിലായാൽ മാത്രമേ അടുത്തതിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. എന്താണ് ഈ ഹാൻഡ് റൈസ് ഒക്കെ ചെയ്തിരിക്കുന്നവര്? എന്താണ് ഇവിടെ ഹാൻഡ് റൈസ് ഒക്കെ ചെയ്തിരിക്കുന്നത്? ഒരു സംശയം. അതിനാൻ എന്താണ് സംശയം? ഹാൻഡ് റൈസ് ചെയ്തവരെല്ലാവരും കമന്റ് ചെയ്തേ. എന്നാലും മിസ് എന്താ റീസൺ ചോദിക്കുകയുള്ളൂ. എന്താണ് റീസൺ എന്നുള്ളത് കമന്റ് ചെയ്തേ. എത്രയോ ഹാൻഡ് റൈസ് ഉണ്ട്. അത്ര കുട്ടികൾ നമുക്ക് ഇവിടെ വിളിച്ചാല് ക്ലാസ് നീങ്ങോ? പോർഷൻ നീങ്ങുമോ? ഇല്ല. അപ്പൊ മിസ്സിനോട് സഹകരിച്ച് എന്ത് ചെയ്യാ? ഇവിടെ കമന്റ് ചെയ്യണം. ക്ലിയർ ആണോ? മിസ്സിനോട് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം. യെസ്. ഭൂമി ഏത് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്? വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക്. ഇതുപോലെയാണ് കറങ്ങുന്നത്. വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കാണ് കറങ്ങുന്നത് കേട്ടോ. ക്ലിയർ? എന്താണ് അന്ന, എന്താണ് കാര്യം? ആണോ? ക്ലാസ് ടീച്ചർ ഒന്ന് ഇൻഫോം ചെയ്തോളൂ കേട്ടോ. ഇക്വറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഭൂമധ്യരേഖ. ഭൂമധ്യരേഖ എന്ന് പറഞ്ഞാൽ ഇത് ഭൂമി. ഈ ഭൂമിന്റെ സെൻട്രലിലുള്ള ഒരു രേഖയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വറ്റർ എന്ന് പറഞ്ഞാല് ഭൂമിയുടെ സെൻട്രലിലുള്ള ഒരു രേഖയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് എന്താണ്?
ഇതിന്റെ ബാക്കിയാണ് കേട്ടോ, ലാറ്റിറ്റ്യൂഡിന്റെ ബാക്കിയായിട്ടാണ്. ലാറ്റിറ്റ്യൂഡ് ഇൻ ദ നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ ആർ കോൾഡ് നോർത്തേൺ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഇൻ ദ സൗത്ത് ആർ കോൾഡ് സദേൺ ലാറ്റിറ്റ്യൂഡ്. ഭൂമധ്യ രേഖയുടെ അഥവാ നോർത്ത് അക്ഷാംശങ്ങളെ ഉത്തര അക്ഷാംശങ്ങൾ അഥവാ നോർത്ത് അക്ഷാംശങ്ങൾ എന്നും അഥവാ സൗത്തിലുള്ള അക്ഷാംശങ്ങളെ സൗത്ത് അക്ഷാംശങ്ങൾ എന്നും പറയുന്നു. ഇത് ഭൂമധ്യ രേഖ. മിസ് പറഞ്ഞത് ഇക്വറ്റർ അല്ലെ. അപ്പൊ ഇതിലുള്ളതിനെ ഈ ഒരു രേഖയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർത്തേൺ അക്ഷാംശങ്ങൾ. ഓക്കെ, നോർത്തേൺ ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, നോർത്തേൺ ലാറ്റിറ്റ്യൂഡും ഇതുപോലെ സൗത്തിൽ നിന്നുള്ള രേഖകളെയാണ് സദേൺ ലാറ്റിറ്റ്യൂഡ് എന്നും പറയുന്നത്. സദേൺ ലാറ്റിറ്റ്യൂഡ് എന്നും പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റിൽ എന്താണ് നമ്മൾ പറയുന്നത്, ഭൂമധ്യരേഖ വരച്ചു. ഭൂമിയുടെ സെൻട്രൽ ആയിട്ട് ഒരു രേഖയുണ്ട്, അതിനെയാണ് നമ്മൾ ഇക്വറ്റർ എന്ന് പറയുന്നത്. ഇതിൽ നോർത്തിലുള്ള രേഖകളെയാണ് നോർത്തേൺ ലാറ്റിറ്റ്യൂഡ്, നോർത്തേൺ അക്ഷാംശങ്ങൾ എന്ന് പറയുന്നു. അതുപോലെ സൗത്തിലുള്ളതിനെയാണ് സദേൺ അക്ഷാംശങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? യെസ് ഓർ നോ? ഫൺ ടൈം ഒക്കെ തരാം. അത് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി തരണ്ടേ? ഫൺ ടൈം ഒക്കെ തരാം. യെസ് ഓർ നോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? എന്താണ് നമ്മളിവിടെ പറഞ്ഞത്, ഇതൊരു ഭൂമധ്യ രേഖ, സോറി ഇതൊരു ഭൂമി, അതിന് സെൻട്രൽ ആയിട്ട് ഒരു രേഖയുണ്ട്, അതാണ് ഭൂമധ്യ രേഖ. അപ്പൊ നമ്മൾ മേലെ പറഞ്ഞ നോർത്ത് ആണ്, അടിയിൽ പറഞ്ഞ നമ്മൾ സൗത്ത് ആണ്. അപ്പൊ ഈ നോർത്തിൽ നിന്ന് ഈ ഭൂമധ്യ രേഖക്ക് അഥവാ ഇക്വറ്ററിലേക്ക് വരക്കുന്ന രേഖകളെയാണ് നോർത്തേൺ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുപോലെ സൗത്തിൽ നിന്ന് ഭൂമധ്യ രേഖയിലേക്ക് വരക്കുന്ന ഓരോ രേഖകളെയാണ് സദേൺ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സദേൺ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, ഭൂമിയുടെ മധ്യത്തിലെ ധ്രുവങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു രേഖയാണ് സങ്കല്പിച്ചത്, അത് ഭൂമധ്യ അക്ഷാംശമാണ്. ക്ലിയർ ആണോ? ഇപ്പൊ മിസ് പറഞ്ഞില്ലായിരുന്നോ സെക്കൻഡ് പോയിന്റിൽ എന്താണ്, ഈ ഒരു പോയിന്റില്ലേ, ഈ ഇക്വറ്ററില്ലേ, ഈ നടുവിൽ സെന്ററിലുള്ള ലൈനാണ് എന്ത്, ഭൂമധ്യ രേഖ. ഈ സെന്ററിലുള്ള രേഖയാണ് മക്കളെ ഭൂമധ്യ രേഖ. ക്ലിയർ? ഇത് മനസ്സിലായാലേ നമുക്ക് ബാക്കി പഠിക്കാൻ കഴിയുള്ളൂ. അതാണ് മിസ് ഓരോന്ന് എടുക്കുമ്പോ ക്ലിയർ ആണോ എന്ന് ചോദിച്ച് പോകുന്നത്. ഇത് കുറച്ച് ടഫുള്ള പാടാണ്, അതുകൊണ്ടാണ് കേട്ടോ. എന്താണ്, ഇതൊരു ഭൂമിയാണ്, ഭൂമിന്റെ നടുവിലുള്ള സെന്ററിലുള്ള രേഖയെയാണ് നമ്മൾ ഭൂമധ്യ രേഖ എന്ന് പറയുന്നത് അഥവാ ഇക്വറ്റർ എന്ന് പറയുന്നത്. അതിന് സൗത്തിൽ നിന്നും നോർത്തിൽ നിന്നും വരയ്ക്കുന്ന ഓരോ രേഖകളും ഭൂമധ്യ രേഖയിലേക്ക് ബന്ധിപ്പിക്കുന്നു എന്നാണ്. എങ്ങനെ, ഇപ്പൊ ഈ നോർത്തിൽ നിന്ന് വരയ്ക്കുന്ന ഓരോ രേഖയും ഭൂമധ്യ രേഖയിലേക്ക് തട്ടുന്നില്ലേ? യെസ് ഓർ നോ? തട്ടുന്നുണ്ടോ? മുട്ടുന്നുണ്ടോ? നോർത്തിൽ നിന്നും സൗത്തിൽ നിന്നും വരയ്ക്കുന്ന ഓരോ രേഖകളും ഈ ഭൂമധ്യ രേഖയിൽ തട്ടുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ്, അതാണ് ഇത് തട്ടുന്നത്. ഇതാണ് ഭൂമധ്യ രേഖ. അതാണ് ഇവിടെ സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ഇഫ് എ സ്ട്രൈറ്റ് ലൈൻ ഈസ് ഇമാജിനഡ് ത്രൂ ദ സെന്റർ ഓഫ് ദ എർത്ത് കണക്റ്റിംഗ് ദ പോൾസ് that is the earth axis. ഓക്കെ, എന്താണ്, ഓരോ സൗത്തിൽ നിന്നും നോർത്തിൽ നിന്നും വരയ്ക്കുന്ന ഓരോ രേഖകളും എന്തിൽ തട്ടുന്നുണ്ട്? ഇക്വറ്ററിൽ തട്ടുന്നുണ്ട് അഥവാ ഭൂമധ്യ രേഖയിൽ തട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ഭൂമി സാങ്കല്പിക അക്ഷത്തിലാണ് കറങ്ങുന്നത് എന്നാണ്. ഓക്കെ, എങ്ങനെയാണ് ഭൂമി കറങ്ങുന്നത്? ഇത് ഭൂമിയാണ്, ഇത് വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക് ഇതുപോലെയാണ് ഭൂമി കറങ്ങുന്നത്. ക്ലിയർ ആണോ? വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക് ഇതുപോലെയാണ്. ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്, ഇത് ഇങ്ങനെയാണ് കറങ്ങുന്നത്. ക്ലിയർ ആണോ? കാണുന്നില്ല, എന്താ കാണാത്തത്? ഇത് ഭൂമി, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്, ഇതിൽ ഇങ്ങനെയാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭൂമി ഇതുപോലെയാണ് മക്കളെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിക്ക് റെസ്റ്റ് ഉണ്ടോ? ഭൂമി 24 മണിക്കൂറും റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കല്ലേ? ഭൂമി 24 മണിക്കൂറും റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കല്ലേ? യെസ് ഓർ നോ?
അപ്പൊ ഭൂമി എങ്ങനെയാണ് കറങ്ങുന്നത്? വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കാണ് കറങ്ങുന്നത് എന്നാണ് കേട്ടോ. The axis in incline at an angle of 23.5 degree form the perpendicular to the orbital plane. എന്ന് വെച്ചാൽ ഭൂമി കറങ്ങുന്നത് 23.5 ഡിഗ്രി രീതിയിലാണ് എന്ത് കറങ്ങുന്നത്? ഭൂമി കറങ്ങുന്നത്. നമ്മൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞു? ഭൂമി ഏതൊക്കെ രീതിയിലാണ് കറങ്ങുന്നത്? ഭൂമി വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കാണ് കറങ്ങുന്നത്. ഭൂമി വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കാണ് കറങ്ങുന്നത്. ഭൂമി 23.5 ഡിഗ്രിയിലാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കണ്ടോ, ഇതിൽ കാണുന്നില്ലേ? ഭൂമി ചെരിഞ്ഞിട്ടല്ലേ കറങ്ങുന്നത്. ജസ്റ്റ് ഒരു ചെരിവില്ലേ? ജസ്റ്റ് ഒരു ചെരിവില്ലേ? ഈ പിക്ചറിൽ ഭൂമിക്ക് ജസ്റ്റ് ഒരു ചെരിവില്ലേ? ചെരിവില്ലേ? യെസ് ഓർ നോ? യെസ് ഉണ്ട് അല്ലേ? അപ്പൊ എന്താണ്? ഭൂമി എങ്ങനെയാണ്? 23.5 ഡിഗ്രി രീതിയിലാണ്. ടെക്സ്റ്റിലില്ലേ ഈ പിക്ചർ? ടെക്സ്റ്റിലില്ലേ? പേജ് നമ്പർ ഒന്ന് ആരെങ്കിലും പറയാമോ? സോറി 51. പേജ് നമ്പർ 51 കേട്ടോ. പേജ് നമ്പർ 51 ഉണ്ട് ഈ പിക്ചർ. ഭൂമി എങ്ങനെയാണ്? 23.5 ഡിഗ്രിയിലാണ് കറങ്ങുന്നത്. വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കാണ് കറങ്ങുന്നത്. വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കാണ് കറങ്ങുന്നത്. ഇതുപോലെയാണ് കറങ്ങുന്നത് കേട്ടോ. ഇതുപോലെയാണ് കറങ്ങുന്നത്. കുറച്ച് ചെരിഞ്ഞിട്ടാണ് മിസ് വരച്ചത്. ഓക്കെ, ഇതുപോലെയാണ് കേട്ടോ. ഇതുപോലെയാണ് കറങ്ങുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഭൂമി 23.5 ഡിഗ്രി രീതിയിലാണ് കറങ്ങുന്നത്. അത്രയാണ് ഈ ഇതിൽ പറയുന്നത്. അതാണ് ഈ പോയിന്റ്സിൽ പറയുന്നത്. ഇനി എല്ലാവരും ടെക്സ്റ്റ് നോട്ട് എടുത്തേ. എല്ലാവരും നോട്ട് എടുത്തേ. മിസ് പറയുന്ന പോയിന്റുകൾ എഴുതണേ. ഫസ്റ്റത്തെ പോയിന്റും അതുപോലെ സെക്കൻഡ് പോയിന്റും എഴുതണം. സോറി, ലാസ്റ്റ് പോയിന്റ് എഴുതണം കേട്ടോ. ഫസ്റ്റ് പോയിന്റും ലാസ്റ്റ് പോയിന്റും എഴുതണേ. ഫസ്റ്റ് പോയിന്റും ലാസ്റ്റ് പോയിന്റും എഴുതണേ. ഇനി ഹെഡിങ് ഇല്ല. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡിന്റെ ബാക്കിയായിട്ട് എഴുതിയാൽ മതി കേട്ടോ. ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഇത് എഴുതിയിരുന്നോ? ഇത് നമ്മൾ എഴുതിയില്ലല്ലോ. 1 സെക്കൻഡ്, ഇത് എഴുതണം കേട്ടോ. ഇതുപോലെ എഴുതണം കേട്ടോ. മിസ് പറയുന്ന പോലെ. ഇതുപോലെ എഴുതിയാൽ മതി. മിസ് വരച്ചു തരാം, അണ്ടർലൈൻ ചെയ്ത് തരാം. സർ ആൻഡ്രസ് യെസ്. മിസ് പറഞ്ഞില്ല മറ്റേ ഇതിന്റെ മുന്നത്തെ സൈഡ് കാണിച്ചു തരുമോ? ഇതിന്റെ മറ്റേ ഈ മിസ് കണ്ടില്ലേ എല്ലോണ്ട് ചെയ്തിരിക്കണേ, അതൊക്കെ മനസ്സിലായില്ല. ഇത് നമ്മളിപ്പോ പറഞ്ഞില്ലായിരുന്നോ? ഈ വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക് ഇതുപോലെ വരക്കുന്ന രേഖകളെ ആണ് നമ്മൾ അക്ഷാംശ രേഖകൾ അഥവാ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണോ? ഈ ലാറ്റിറ്റ്യൂഡ് എന്താന്ന് ക്ലിയർ ആണോ? ഓക്കെ, അത് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ആ രേഖകളും ഇതുപോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ അല്ലെ? അപ്പൊ ഇതെന്തിനാണ് നമ്മൾ ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ പഠിക്കുന്നത്? നമ്മുടെ ഭൂമിയിലുള്ള ഓരോ സ്ഥാനങ്ങൾ വെസ്റ്റ് ഈസ്റ്റും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിക്കുന്നത്. ക്ലിയർ ആണോ? അതാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഭൂമി ഒരു ഈ സർക്കിൾ അപ്പൊ കറങ്ങുമ്പോ ഒരു വൃത്ത രീതിയിലല്ലേ, ഒരു റൗണ്ട് ഷേപ്പിലല്ലേ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ. ഇതിന്റെ ഹെഡിങ് ഇല്ല. ലാറ്റിറ്റ്യൂഡ് എന്നാണ് കേട്ടോ ഹെഡിങ്. അതിന്റെ ബാക്കിയായിട്ട് പോയിന്റ് ആക്കി എഴുതിയാൽ മതി കേട്ടോ. അണ്ടർലൈൻ ചെയ്തത് മാത്രം എഴുതിയാൽ മതി. അണ്ടർലൈൻ ചെയ്തത് മാത്രം എഴുതിയാൽ മതി കേട്ടോ.
ആ ആ അതിന്റെ അടിയിൽ എഴുതിയാ മതി. ആ മിസ് അണ്ടർലൈൻ ചെയ്തതൊക്കെ എഴുതണം കേട്ടോ. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞോ? ആർ യു ഫിനിഷ്? ആർ യു ഫിനിഷ്? ഓക്കെ, ആർ യു ഫിനിഷ്? യെസ് ഓർ നോ? യെസ്, ഫിനിഷ് ആണ് അല്ലേ? ഇനി ആരെങ്കിലും കഴിയാത്തതുണ്ടോ? എഴുതി കഴിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ? ഇനി നെക്സ്റ്റ് ഈ 2 പോയിന്റ് എഴുതിക്കേ. ലാസ്റ്റ് പോയിന്റും ഫസ്റ്റ് പോയിന്റും എഴുതി വെക്കണേ. ഇതും ഹെഡിങ് ഇതുപോലെ തന്നെയാണ്. ലാറ്റിറ്റ്യൂഡിന്റെ ബാക്കിയാണ് കേട്ടോ, ലാറ്റിറ്റ്യൂഡിലെ ബാക്കിയാണ്. അതുപോലെ എഴുതിയാ മതിയേ. സൗണ്ട് ഒന്ന് കുറയ്ക്കോന്നോ? സൗണ്ട് അത്രയും അധികം ഉണ്ടോ? ധ്യാൻ, ധ്യാൻ, സൗണ്ട് എത്ര അധികം ഉണ്ടോ? ടീച്ചർ എന്റെ ഫ്രണ്ട് യെസ് ആണ് പറയുന്നു. ഓക്കെ, സ്റ്റെക്ക് ആണോ ഗോകുൽ? ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കൂട്ടോ. ഹാൻഡ് റൈസ് ചെയ്തവരെല്ലാവരും എന്താ റീസൺ എന്ന് കമന്റ് ചെയ്തേ. എന്താണ് മനസ്സിലാവായിട്ടാണെങ്കിൽ മിസ്സേ ഇത് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞൊന്ന് കമന്റ് ചെയ്തേ. അല്ലെങ്കിൽ മിസ് ഈ ക്ലാസ്സിന്റെ എൻഡിൽ എല്ലാം ക്ലിയർ ആക്കി തരാം കേട്ടോ. ഡൗട്ട് ഉള്ളവർക്ക് എല്ലാം ക്ലിയർ ആക്കി തരാം ഈ ക്ലാസ്സിന്റെ എൻഡില്. ക്ലിയർ? ഫിനിഷ് ആയ ഫിനിഷ് എന്ന് കമന്റ് ചെയ്യണേ. ആരായിരിക്കും ഫസ്റ്റ്? ആരായിരിക്കും ഫസ്റ്റ്? നമുക്ക് നോക്കാലോ. മനസ്സിലായില്ല ആദിത്യ, ഏതാണ് മനസ്സിലാവാത്തത്? ആദിത്യനൊന്ന് വിളിക്കാമോ? ഏതാണ്? ഇതാണോ? ഇതാണോ? ആ സോറി, ഇതിൽ ഏതാണ്? എന്താണ് ഡൗട്ട്? സെക്കൻഡ്. ഇതൊരു ഭൂമി മക്കളെ, ഇതൊരു ഭൂമി അല്ലേ? ഇതൊരു ഭൂമിയാണെന്ന് സങ്കല്പിക്കട്ടോ, സങ്കല്പിക്ക. അപ്പൊ ഈ ഭൂമിയെ 2 പാർട്ടാക്കി, 2 ഭാഗങ്ങളാക്കി. ഇവിടെ നമ്മൾ പറഞ്ഞ നോർത്ത് ആണ്, ഇവിടെ സൗത്ത് ആണ് നമ്മൾ പറഞ്ഞോ? പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ, അപ്പൊ ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും ഇവിടെ സദേൺ ഹെമിസ്ഫിയർ എന്നുമാണ് തിരിച്ചത്. ക്ലിയർ? ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അർദ്ധഗോളങ്ങൾ, 2 ഗോളങ്ങളാക്കി എന്നാണ് കേട്ടോ. അതെന്തിനാണ് അറിയോ? നമുക്ക് ഓരോ പ്രദേശങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് കേട്ടോ. നോർത്തിലുള്ള പ്രദേശങ്ങൾ, സൗത്തിലുള്ള പ്രദേശങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ്. ഓക്കെ, എഴുതി കഴിഞ്ഞോ? യെസ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, എഴുതി കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് എടുത്താലോ? ആരെ വിളിക്കുന്നു ടീച്ചർ? അവിടെ അല്ലേ സെക്കൻഡ്. ഓക്കെ, ഇത് നമ്മൾ ഇത് നമ്മൾ പറഞ്ഞില്ലേ ഭൂമി എങ്ങനെയാണ്? 23.5 ഡിഗ്രി 23.5 ഡിഗ്രി ചെരിവിലാണ് എന്ത് കറങ്ങുന്നത്? ഭൂമി കറങ്ങുന്നത്, ഭൂമി പരിക്രമണം ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഇനി ലൈൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ ആദ്യം പഠിച്ചു. എന്താണ്? ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ലോഞ്ചിറ്റ്യൂഡ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ലോഞ്ചിറ്റ്യൂഡ്. എല്ലാവരും ലോഞ്ചിറ്റ്യൂഡ് എന്ന ഹെഡിങ് എഴുതിക്കേ. ലോഞ്ചിറ്റ്യൂഡ് എന്ന ഹെഡിങ് എഴുതിക്കേ. ഓക്കെ, പാട്ട് പാടിയാലോ? നമുക്ക് പാട്ട് പാടിയാലോ മക്കളെ? റെഡി ആണോ? ഹാൻഡ് റൈസ് ചെയ്ത ഒരാളെയും മിസ് വിളിക്കൂല. ഹാൻഡ് റൈസ് ചെയ്ത ഒരാളെയും മിസ് വിളിക്കൂല. കമന്റ് ചെയ്തോ
ചെയ്തോളൂ, കമന്റ് ചെയ്തോളൂ. ലെസിൻ സുവർദ അവരെ രണ്ടാളും പാട്ട് പാടാം. ബാക്കിയുള്ളവർക്കും പാട്ട് പാടാട്ടോ, ബാക്കിയുള്ളവർക്കും പാട്ട് പാടാം. യെസ് മോൾ ആദ്യമായിട്ടാണോ മിസ്സിന്റെ ക്ലാസ്സിൽ പാട്ട് പാടുന്നേ? ഓക്കെ, പാടിക്കോളൂ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യുന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൻ തേനിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മുഖമെല്ലാം കള്ളത്തരം നടത്തുള്ളികള, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടൊരു മിന്നലായി. കഴിഞ്ഞോ? വെരി ഗുഡ്, നല്ല പാട്ടായിരുന്നു കേട്ടോ, ഇഷ്ടപ്പെട്ടു. ക്യാമറ ഓൺ ചെയ്തേ, ക്യാമറ ഓഫ് ചെയ്തിരിക്കാൻ പറ്റൂല കേട്ടോ, ക്യാമറ ഓൺ ചെയ്തിരിക്കണേ. ഓക്കെ, എല്ലാവരും ഒന്ന് ബ്രീത്ത് ഔട്ടും ബ്രീത്തിങ്ങും ചെയ്തേ, എല്ലാവരും ബ്രീത്ത് ഔട്ടും ബ്രീത്തിങ് ചെയ്തേ. ആ പാടിക്കോളൂ. തന്നോട് കണ്ടപ്പോൾ കണ്ടെത്തിയായി, 1000 താരകൾ പൂത്തിരുന്നു, പിന്നെയും പിന്നെയും കണ്ട നേരം മുന്തിരി പൂത്തിരുന്നു. കാണാതെ വീഴുന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും തോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തെന്നിരിഞ്ഞു, പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊടിച്ചതു മോഹമെല്ലാം കള്ളക്കളത്തിനയുന്നതായി, കണ്ട നേരം മിന്നലായി, ഒന്നേരി മിന്നലായി. മിന്നൽ വാടാ കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാം എത്തുമില്ല മറിവിലാണു നീ. ഓക്കെ, വെരി ഗുഡ്, നല്ല പാട്ടായിരുന്നു കേട്ടോ മോനെ. ഓക്കെ സുഹൃത, കഴിഞ്ഞ ക്ലാസ്സിൽ പാട്ട് പാടിയിരുന്നോ? ലാസ്റ്റ് ക്ലാസ്സിൽ പാട്ട് പാടിയിരുന്നോ സുഹൃത? യെസ് ഓർ നോ? യെസ് ഓർ നോ? സുഹൃത, ലാസ്റ്റ് ക്ലാസ്സിൽ പാട്ട് പാടിയിരുന്നോ? ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് പാടാത്തവരെ വിളിക്കണ്ടേ? ഇതുവരെ പാടാത്തവരെ വിളിക്കണ്ടേ? ഓക്കെ, റൊട്ടേറ്റ് ചെയ്ത് വരാം. ഇനി പാടി ഇവരെല്ലാവരും പാടി കഴിഞ്ഞാൽ നമുക്ക് ഇനി സുഹൃതയിലേക്ക് വരാം. ഓക്കെ ഓക്കെ, ഒരാൾക്കും കൂടെ പാട്ട് പാടാം, ഒരാൾക്കും കൂടെ പാട്ട് പാടാം. ഈ പാട്ടല്ലാത്ത ആരെങ്കിലും വേറെ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും പാട്ട് അറിയാമോ? അറിയോ? വേറെ പാട്ട് അറിയോ? ആ, എന്നാ പാടിക്കോ. യെസ്, വെരി ഗുഡ്, പാട്ട് നല്ല പാട്ടായിരുന്നു കേട്ടോ. ശ്വാസം വിട്ട് പാടണേ. ഓക്കെ, ഇനി മിസ് ഒരു കുസൃതി ചോദ്യമായാലോ? ഇനി ഒരു കുസൃതി ചോദ്യമായാലോ? ഓക്കെ, ഇനി പാടാത്തവർക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പാടാം, പാടാത്തവർക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പാടാം. ഓക്കെ, ഇനി ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. ഓക്കെ, ആരായിരിക്കും ആൻസർ പറയാന്ന് നോക്കാലോ? ആരായിരിക്കും ആൻസർ പറയാ? ഓക്കെ, ഓക്കെ, ആഗ്രഹങ്ങളുടെ മേലുള്ള വിജയമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ, 2 വട്ടമേ മിസ് ചോദ്യം വായിക്കുകയുള്ളൂ.
2 വട്ടമേ ചോദ്യം വായിക്കുകയുള്ളൂ. ശ്രദ്ധിച്ചിരുന്നോളൂ. ആർക്കാണ് നമുക്ക് കിട്ടാൻ നോക്കാം. ഓക്കെ, ആഗ്രഹങ്ങളുടെ മേലുള്ള വിജയമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സത്യത്തിന്റെയും സമാധാനത്തിന്റെയും ജീവിതമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ 24ാമത്തെ തീർത്ഥങ്കരനായി മാറിയ ജിന ഇപ്പോൾ എന്റെ അറിയപ്പെടുന്ന പേരാണ്. ഞാൻ ആരാണ്? ഒന്നുകൂടെ ചോദിക്കാം. ആഗ്രഹങ്ങളുടെ മേലുള്ള വിജയമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സത്യത്തിന്റെയും സമാധാനത്തിന്റെയും ജീവിതമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ 24ാമത്തെ തീർത്ഥങ്കരനായി മാറിയ ജിന ഇപ്പോൾ എന്റെ അറിയപ്പെടുന്ന പേരാണ്. ഞാൻ ആരാണ്? നോക്കാലോ. സർ, ഹാൻഡ് റൈസ് ചെയ്തതിൽ ഒരാളെ വിളിച്ചോളൂ. ഏബൽ. No. Next. വിയോണ. മഹാജനപദയാണോ? No. Next. ശ്രേയസ്. വർത്തമാന ബുദ്ധവീര. എന്താണ്? വർത്തമാന ബുദ്ധവീര. വർത്തമാന ബുദ്ധവീര. വർത്തമാന വരെ ശരി, ബുദ്ധ തെറ്റി. നെക്സ്റ്റ്. അദ്നാൻ. APJ അബ്ദുൽ കലാം. നോ, ആർക്കും അറിയില്ലേ മക്കളെ. നെക്സ്റ്റ്. ലാസിൻ. വർത്തമാന ബുദ്ധ. നോ. നെക്സ്റ്റ്. ആരോൺ. വർത്തമാന മഹാവീരൻ. യെസ്, വെരി ഗുഡ്. വർത്തമാന മഹാവീരൻ. നമ്മൾ പഠിച്ചതല്ലായിരുന്നോ? ഷോ, തെറ്റിച്ച് പറഞ്ഞു. സെക്കൻഡ് ചാപ്റ്ററിൽ അല്ലേ? സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതായിരുന്നു. തെറ്റിച്ചില്ലടാ, തെറ്റിച്ചില്ലെല്ലാവരും. വർത്തമാന ബുദ്ധ, പിന്നെന്തൊക്കെ APJ അബ്ദുൽ കലാം. ഷോ, കഷ്ടം തന്നെ. പഠിക്കാതെ ഇവിടെ വന്നിരിക്കുകയാണല്ലേ? കാണിച്ചു തരാം കേട്ടോ, കാണിച്ചു തരാം. റിവിഷനിൽ എല്ലാവരോടും മിസ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഉത്തരം കിട്ടാത്ത ഓരോരുത്തർക്കും പണിഷ്മെന്റ് ആയിരിക്കും. ഓക്കെ, ഉത്തരം കിട്ടാത്ത ഓരോരുത്തർക്കും പണിഷ്മെന്റ് ആയിരിക്കും. ഓക്കെ, കുറെ മക്കള് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മിസ് കണ്ടിരുന്നു. ഓക്കെ, അവർക്കൊക്കെ വെരി ഗുഡ്. വർത്തമാന മഹാവീരൻ എന്ന് പറഞ്ഞ ഓരോ കുട്ടികൾക്കും വെരി ഗുഡ്. പഠിക്കണം. ഇനി ഇതുപോലെ ക്വസ്റ്റ്യൻ ഉണ്ടാകും, പഠിക്കണം കേട്ടോ. യെസ്, എല്ലാവരും ഒന്ന് ബ്രീത്ത് ഔട്ടും ബ്രീത്തിങ്ങും ചെയ്തേ. എല്ലാവരും ചെയ്യണേ. ഒന്ന് റിലാക്സ് ആയിരിക്കണേ. എന്നാലേ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കാൻ കഴിയുകയുള്ളൂ. കുറച്ചും കൂടെ പോർഷൻ തീർന്നിട്ട്. ചെയ്യുന്നത് മിസ് കാണുന്നില്ല. എല്ലാരും ചെയ്യുന്നില്ലേ? മിസ് പറഞ്ഞിട്ട് ആരും ചെയ്യുന്നില്ലേ? സുഹൃത്ത. ഓക്കെ, ലാസ്റ്റ് വിളിക്കാട്ടോ. യെസ്, വെരി ഗുഡ്. എല്ലാരും നിർത്തിക്കോളും. ഇനി നമുക്ക് ലോഞ്ചിറ്റ്യൂഡ് പറയാനല്ലേ? ഇനി നമുക്ക് എന്താണ് ലോഞ്ചിറ്റ്യൂഡ് ട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്, ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്. നമ്മൾ പറഞ്ഞു ഇതുപോലെ വരയ്ക്കുന്ന രേഖകളെ നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നു. ഇതുപോലെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരയ്ക്കുന്ന രേഖകളെ നമ്മൾ എന്ത് പറയുന്നു? ലോഞ്ചിറ്റ്യൂഡ്, രേഖാംശ രേഖകൾ എന്ന് വിളിക്കുന്നു. ഇനി എന്താ ഇതിൽ പറയുന്നത് നോക്കാം. എന്താണ് ഇതിൽ പറയുന്നത് നോക്കാം. യെസ്, എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന്, അഥവാ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരയ്ക്കുന്ന രേഖകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഇത് ഭൂമി, ഇത് നോർത്ത്, ഇത് സൗത്ത്. ഇത് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരയ്ക്കുന്ന രേഖകളെയാണ് നമ്മൾ പറയുന്നത് എന്ത്? രേഖാംശ രേഖകൾ, അഥവാ എന്താണ്? ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. The imaginary line drawn on the surface of the earth connecting the north pole and the south pole with reference
reference to earth center are called the lines of longitude. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് അല്ലെ, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരയ്ക്കുന്ന ഓരോ രേഖകളെയും നമ്മൾ പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡ് അഥവാ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഇവ ഒരേ വലിപ്പത്തിലുള്ള അർദ്ധവൃത്തങ്ങളാണ്. ഓക്കെ, ഇത് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വൃത്തമായിട്ടാണ് തോന്നുക. ഇത് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഓരോന്നും വൃത്തങ്ങളായിട്ടാണ് നമുക്ക് തോന്നുക. അത് ഒരേ വലുപ്പത്തിലുള്ള ഓരോ വൃത്തങ്ങളും ഓരോ ഇതിപ്പോ നോർത്ത്, ഇത് സൗത്ത്, ഇത് നമ്മൾ ഓരോ രേഖകളാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഓരോ രേഖകളും ഒരേ വലുപ്പത്തിലുള്ള വൃത്തങ്ങളാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ? ഒരേ വലുപ്പത്തിലുള്ള വൃത്തങ്ങളാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ് ഓർ നോ? എന്താണ്? ഒന്നുമില്ല, നമ്മൾ പറഞ്ഞു നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരയ്ക്കുന്ന രേഖകളെയാണ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒരേ സൈസിലുള്ള വൃത്തങ്ങളായിരിക്കും. ഓക്കെ, ഓരോ രേഖകളും ഒരുപോലെയുള്ള ഒരേ സൈസിലുള്ള രേഖകളാണ്, അത് ഒരേ വൃത്തങ്ങളാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ് ഓർ നോ? ഒരു തംസപ്പ് കാണിച്ചേ, കൈകൊണ്ട് തംസപ്പ് കാണിച്ചേ ക്ലിയർ ആണെങ്കിൽ. യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഭൂമിയിലെ സമയം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കുന്നത്. ഏഞ്ചലിന് മനസ്സിലായില്ലല്ലേ? ഭൂമിയിലെ സമയങ്ങൾ നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നില്ലേ? നമുക്ക് സമയമൊക്കെ അറിയുന്നത് ഓരോ രേഖാംശകൾ അടിസ്ഥാനത്തിലാണ് എന്നാണ്. കൈലാസന് മനസ്സിലായിട്ടില്ലേ? എന്താണ് ഇവിടെ മനസ്സിലാവാൻ മാത്രം? അപ്പൊ കഴിഞ്ഞ സ്ലൈഡിൽ കഴിഞ്ഞ പോർഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഏതാ മിസ് പറയാ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത് ഭൂമി, ശ്രദ്ധിച്ചോളൂ, ഇത് ഭൂമിയാണ്, ഇത് നോർത്ത് ആണ്, ഇത് സൗത്ത് ആണ്. കാണുന്നില്ല അല്ലെ? വെറുതെ ഇല്ല, സോറി. എന്താണ് നമ്മൾ പറഞ്ഞു? ഇതൊരു ഭൂമി, ഇത് നോർത്ത് ആണ്, ഇത് സൗത്ത് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. ഇതിൽ ഓരോ രേഖകളും എന്താണ്? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരയ്ക്കുന്ന ഓരോ രേഖകളെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡ് അഥവാ രേഖാംശ രേഖകൾ എന്ന് വിളിക്കുന്നുണ്ട്. അത് ഒരേ വലുപ്പത്തിലുള്ള രേഖകളാണ്. അപ്പൊ ഇത് ഒരു വൃത്തങ്ങളായിട്ടാണ് കേട്ടോ, അത് വൃത്തങ്ങളായിട്ടാണ് കാണുക, വൃത്തങ്ങളായിട്ടാണ് നമുക്ക് കാണുക. ഓക്കെ, അതിന്റെ പിക്ചർ. യെസ്, കണ്ടില്ല മക്കളെ? വൃത്തങ്ങളായിട്ടല്ലേ ഉള്ളത് അല്ലേ? ഈ പിക്ചർ കണ്ടോ? ഫസ്റ്റത്തെ പിക്ചർ കണ്ടോ? കണ്ടോ? ഈ പിക്ചർ കണ്ടോ? ഇതുപോലെ ഇതൊരു വൃത്തങ്ങളായിട്ടല്ലേ ഉള്ളത്? വൃത്തങ്ങളായിട്ടല്ലേ ഉള്ളത് അല്ലേ? ആണ്. അപ്പൊ ഇതുപോലെ ഒരേ സൈസിലുള്ള വൃത്തങ്ങളാണ് ഇത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്ന് 8 മണി വരെ ക്ലാസ് ഉണ്ട് കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് എന്താണ് മക്കളെ പറയുന്നത്? എന്തിനാണ് ഇത് കണക്കാക്കുന്നത്? ഭൂമിയിലുള്ള ഓരോ സമയങ്ങൾ അല്ലെ, സമയങ്ങൾ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നാണ്. ഈ ലോഞ്ചിറ്റ്യൂഡ് ഉപയോഗിക്കുന്നത് ഭൂമിയിലുള്ള സമയങ്ങൾ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് പറയുന്നത് ഇവിടെ ഇവിടെ 0 ഡിഗ്രി കണ്ടിട്ടുണ്ടോ? 0 ഡിഗ്രി കണ്ടിട്ടുണ്ടോ? 0 ഡിഗ്രി കണ്ടോ? കുഞ്ഞതാക്കിട്ടാണ്. ടെക്സ്റ്റിലില്ലേ ഈ പിക്ചർ? ടെക്സ്റ്റിലെ പേജ് നമ്പർ ഒന്ന് പറയാമോ? യെസ്, പേജ് നമ്പർ 52. പേജ് നമ്പർ 52 ഈ പിക്ചർ. അതിലുണ്ടാവും ആ ചുവപ്പ് റെഡിങ്കിലോണ്ട് വരച്ചതില് എന്തുണ്ട്? ഒരു 0 ഡിഗ്രി ഉണ്ട്. അതുപോലെ അപ്പുറത്തിലുണ്ട് 180 ഡിഗ്രി, 180 ഡിഗ്രി ഉണ്ട്. അതെന്താണ്? ഈ രേഖാംശയിൽ പ്രധാനപ്പെട്ട രേഖാംശ രേഖകളാണ്. രേഖാംശ രേഖകളിൽ പ്രധാനപ്പെട്ട രേഖാംശ രേഖകളാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? പ്രധാനപ്പെട്ട രേഖാംശ രേഖകളാണ് എന്ന് പറയുന്നത്. 0 ഡിഗ്രിയും അതുപോലെ 180 ഡിഗ്രിയും പ്രധാനപ്പെട്ടതാണ് എന്നാണ് പറയുന്നത് രേഖാംശ രേഖകളിൽ അഥവാ ലോഞ്ചിറ്റ്യൂഡിൽ. അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ് 0 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി. ക്ലിയർ ആണോ? 0 ഡിഗ്രിയും അതുപോലെ 180 ഡിഗ്രിയും അത്രയും ഇമ്പോർട്ടന്റ് ഉള്ളതാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് 2 ധ്രുവങ്ങളെയും ബന്ധിപ്പിക്കുന്നത് 1 ഡിഗ്രി ഇടവേളയിലാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇതിലുള്ള
ഇതിൽ നിന്ന് ഇതിലേക്കുള്ള ഡിഗ്രി. ഓക്കെ, ഇതിൽ നിന്ന് ഇവിടേക്കുള്ള ഡിഗ്രി. ഓക്കെ, ഇതിൽ നിന്ന് ഇതിലേക്കുള്ള വ്യത്യാസം 1 ഡിഗ്രിന്റെ അടിസ്ഥാനത്തിലാണ്, 1 ഡിഗ്രി മാറ്റത്തിലാണ് ഒരു രേഖയിൽ നിന്ന് മറ്റൊരു രേഖയിലേക്കുള്ള വ്യത്യാസം. ഓക്കെ, എന്താണ് ഒരു രേഖയിൽ നിന്ന് ഇത് ഓരോ രേഖയാണ് കേട്ടോ, ഓരോ ലോഞ്ചിറ്റ്യൂഡാണ്. ഈ ലോഞ്ചിറ്റ്യൂഡിൽ നിന്ന് എ എന്ന ലോഞ്ചിറ്റ്യൂഡിൽ നിന്ന് ബി എന്ന ലോഞ്ചിറ്റ്യൂഡിലേക്ക് ഉള്ള വ്യത്യാസം 1 ഡിഗ്രി ആണ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓരോ രേഖയിൽ നിന്ന് മറ്റൊരു രേഖയിലേക്ക്, ഒരു ലോഞ്ചിറ്റ്യൂഡിൽ നിന്ന് മറ്റൊരു ലോഞ്ചിറ്റ്യൂഡിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് 1 ഡിഗ്രിയാണ്. 1 ഡിഗ്രി മാറ്റത്തിലാണ് ഇതെന്താണ് വ്യത്യാസമുള്ളത്. ഇവിടെ പറഞ്ഞ എയിൽ നിന്ന് ബിയിലേക്കുള്ള മാറ്റം 1 ഡിഗ്രി അടിസ്ഥാനത്തിലാണ് എന്നാണ്. ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് അപ്പോൾ നമുക്ക് 360 ഡിഗ്രി ആണ് മൊത്തമുള്ളത്. 360 ഡിഗ്രി ആണ് നമുക്ക് മൊത്തമുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, 1 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെയാണ് മൊത്തമുള്ളത്. അയന എന്താണ് മനസ്സിലാവാത്തതാണ്? അയനെന്ന് വിളിച്ചേ. ഇനി മിസ് പറഞ്ഞത് എല്ലാരും ശ്രദ്ധിച്ചോളൂ ട്ടോ. The imaginary line draw on the surface of the earth connecting the north pole and the south pole with reference earth center are called the lines of longitude. എന്താണ്? ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നു ട്ടോ. ഫസ്റ്റ് എന്താണ് പറയുന്നത്? ഭൂമിയിലെ ഓരോ നോർത്ത്, നമ്മൾ പറഞ്ഞു നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരയ്ക്കുന്ന ഓരോ രേഖകളും ലോഞ്ചിറ്റ്യൂഡ് ആണ് പറഞ്ഞോ, രേഖാംശ രേഖകളാണെന്ന് പറഞ്ഞില്ലായിരുന്നോ? യെസ്, അത് പറഞ്ഞിരുന്നു. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ശ്രദ്ധിച്ചിരുന്നോളൂ, എന്നാൽ തന്നെ മനസ്സിലാവുള്ളൂ. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണ്? ഈ ഒരേ വലുപ്പത്തിലുള്ള വൃത്തങ്ങളായിരിക്കും എന്നാണ്. ഇതൊക്കെ എന്താണ്? ഇതൊരു വൃത്തമാണെങ്കിൽ ഒരേ വലുപ്പത്തിലുള്ളതായിരിക്കും. മിസ് വരയ്ക്കുന്നത് നോക്കണ്ട, മിസ് വരയ്ക്കാൻ അറിയൂല, അതുകൊണ്ടാണ് കേട്ടോ. ഒരേ വലുപ്പത്തിലുള്ള വൃത്തങ്ങളാണ്. അതാണ് മിസ് നേരത്തെ കാണിച്ചത്. കണ്ടില്ലേ? ഇതൊക്കെ ഓരോ വൃത്തങ്ങളും ഒരേ വലുപ്പത്തിലുള്ളതല്ലേ? അല്ലേ? യെസ് ഓർ നോ? അല്ലേ? യെസ്, ഒരേ വലുപ്പത്തിലുള്ള. നമ്മൾ പറഞ്ഞ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് അല്ലെ, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരയ്ക്കുന്ന ഓരോ രേഖകളും ഒരേ വലുപ്പത്തിലും ഒരുപോലെയും ആയിരിക്കും പറഞ്ഞു അല്ലെ. യെസ്, നെക്സ്റ്റ് എന്താണ് പറയുന്നത്? Time on the earth is determined based on the line of longitude. എന്താണ്? ഭൂമിയിലെ സമയങ്ങൾ, നമ്മൾ നോക്കുന്ന ഓരോ സമയങ്ങൾ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. അഥവാ ലോഞ്ചിറ്റ്യൂഡ് എന്തിനാണ്? നമ്മൾ നോക്കുന്ന ഓരോ സമയങ്ങൾ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് കേട്ടോ. ക്ലിയർ ആണോ? മനസ്സിലായില്ല? ടീച്ചർ ഇംഗ്ലീഷിൽ പറയണേക്കാണ് ബെറ്റർ. ടീച്ചർ ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡ് ലാംഗ്വേജിന്റെ ഒക്കെ മലയാളത്തിൽ പറഞ്ഞില്ലേ? അത് ഇംഗ്ലീഷിൽ പറയാനാണോ? ഓക്കെ, അത് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് അങ്ങനെ മലയാളത്തിലൂടെ പറയുന്നത് കേട്ടോ. എല്ലാ കുട്ടികളും ഒരുപോലെ അല്ലല്ലോ, എല്ലാരെയും പരിഗണിക്കണ്ടേ? ഓക്കെ, ലോഞ്ചിറ്റ്യൂഡ് എന്താണ്? ഭൂമിയിലെ ഓരോ സമയങ്ങൾ, ടൈം കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്, ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ലോഞ്ചിറ്റ്യൂഡ് ഉപയോഗിക്കുന്നത്. ക്ലിയർ? Next point, 0 degree longitude and 180 degree longitude are important longitudinal lines. എന്ന് വെച്ചാൽ ഈ 0 ഡിഗ്രിയും 180 ഡിഗ്രിയുമാണ് ഈ ലോഞ്ചിറ്റ്യൂഡിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓരോ ഡിഗ്രിയിലും പ്രധാനപ്പെട്ടത് നമ്മൾ പറഞ്ഞു 0 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെ ഉണ്ട്. ഓക്കെ, 0 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെ ഉണ്ട്. ക്ലിയർ? അതില് എന്താണ്? 0 ഡിഗ്രിയും 180 ഡിഗ്രിയും ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഇതില് ഓരോ ലൈനും, ഓരോ ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെയുള്ള ഓരോ ലൈനും തമ്മിലുള്ള വ്യത്യാസം 1 ഡിഗ്രി ആണ്. എന്ന് വെച്ചാല് ഇത് ഭൂമി, ഇതിലുള്ള ഓരോ ഇത് എ, ഇത് ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള മാറ്റം 1 ഡിഗ്രി അടിസ്ഥാനത്തിലാണ്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിസ് പറയുന്നത്.
1 ഡിഗ്രി അടിസ്ഥാനത്തിലാണ് ഇതിന്റെ മാറ്റം എന്നാണ് കേട്ടോ. നെക്സ്റ്റ് പറയാം വി ക്യാൻ ഡ്രോ 360 ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ്. 360 ഡിഗ്രി ആണ് മൊത്തമുള്ള ലോഞ്ചിറ്റ്യൂഡ്. ലോഞ്ചിറ്റ്യൂഡൽ ലൈൻസ് മൊത്തം എത്രയാണ്? 360 ഡിഗ്രി ഉണ്ട് എന്നാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. എല്ലാവരും നോട്ടെടുത്ത് എഴുതിക്കോളൂ. ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് എഴുതുക. എന്നിട്ട് എന്ത് എഴുതുക? ഇതുപോലെ എഴുതണം കേട്ടോ. മിസ് അണ്ടർലൈൻ ചെയ്യുന്നത് പോലെ എഴുതണേ. പെട്ടെന്ന് എഴുതണേ. സമയമായില്ല. 8 മണി വരെ ഉണ്ട് ട്ടോ മക്കളെ. 8 o'clock വരെ ഉണ്ടെന്ന് ക്ലാസ് കേട്ടോ. കുറച്ചും കൂടെ ഇരുന്നാല് നമുക്ക് എന്താ, ഒരു 8:15 8:30 വരെയൊക്കെ ഇരുന്നാൽ നമുക്ക് കുറച്ചും കൂടെ എടുക്കാം. സെറ്റാണോ? അങ്ങനെ ഇരിക്കുവോ? ആരെങ്കിലും ഇരിക്കുവോ? എല്ലാരും മുഖത്തൊരു ചിരിയുണ്ട്. ഇല്ലാന്ന് പറയുന്ന എനിക്ക് ഉറപ്പാ. എല്ലാവരും ഇല്ലാന്നേ പറയുള്ളൂ എന്ന് മിസ്സിന് ഉറപ്പാ. ജസ്റ്റ് അത് ചോദിച്ചേ ഉള്ളൂ അറിയാൻ വേണ്ടിട്ട്. പോയിന്റ് ആക്കിയിട്ടാണ് കേട്ടോ മക്കളെ, പോയിന്റ് ആക്കിയിട്ടാണ്. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഓർമ്മയുണ്ടല്ലോ, പഠിക്കണം. എസ്എസ്സില് 4th ചാപ്റ്റർ വേണ്ട 3 ചാപ്റ്റർ ഫുൾ ആയിട്ട് പഠിക്കണം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവരും മിസ് എടുത്ത ഓരോന്നും വായിക്കണം, വായിച്ച് മനസ്സിലാക്കണം, ഒന്ന് റീഡ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് മനസ്സിലാവുകയുള്ളൂ. ഇന്നെടുത്ത ക്ലാസ് കുറച്ചും കൂടെ 3 ചാപ്റ്ററിൽ കുറച്ചും കൂടെ ഒരു ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്. അപ്പൊ നമുക്കൊന്ന് വായിച്ചെടുത്താലേ മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് പോയിന്റ് നോർത്ത് പോൾ ആൻഡ് ദ സൗത്ത് എന്നാണ്. എന്ന് വെച്ചാല് ഈ ലോഞ്ചിറ്റ്യൂഡ് നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് എന്ന്. മനസ്സിലാവില്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ് ഒന്നും കൂടെ എഴുതി വെച്ചോളൂ കേട്ടോ. കൗശിക്, കുറെ കുട്ടികൾ ഇരിക്കുന്നതുണ്ട്, ഇരിക്കാത്തവരുണ്ട്. പരിഗണിക്കണമല്ലോ എല്ലാവരെയും. വേണ്ടേ? ആരായിരിക്കും? ഫിനിഷ് ആയിരുന്നല്ലേ? യെസ്, വെരി ഗുഡ്. എല്ലാവരും എഴുതിയെടുക്കൂ. എല്ലാവരും പെട്ടെന്ന് എഴുതിയെടുക്കൂ. ഇരിക്കൂല എന്നാണ് ഭൂരിപക്ഷം. അതുകൊണ്ട് ഇരുത്താൻ കഴിയൂലല്ലോ. വേണ്ട, നമുക്ക് റിവിഷനില് നമുക്കിത് കുറച്ചും കൂടെ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഇതൊക്കെ പഠിച്ചു വരണം. പഠിച്ചു വരൂലേ? ഉറപ്പല്ലേ? മിസ്സിന് വാക്കല്ലേ? ഒന്ന് തലയാട്ടിക്കേ. വാക്കുള്ളവരൊക്കെ പ്രോമിസ് തരുന്നവരൊന്ന് തലയാട്ടിക്കേ. 3 ചാപ്റ്റർ ഫുൾ ആയിട്ട് പഠിക്കും. മിസ് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എനിക്ക് ആൻസർ പറയാൻ കഴിയുന്നുള്ള കോൺഫിഡന്റ് ആയിട്ട് വരണം. എവിടെ നിന്ന് ഏത് മൈന്യൂട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാലും എനിക്ക് ആൻസർ പറയാൻ കഴിയുന്നുള്ള ഒരു കോൺഫിഡൻസ് ഓരോ കുട്ടികൾക്ക് വേണം. എന്നാൽ നമുക്ക് സുഖമായിട്ട് എക്സാം എഴുതാം, സുഖമായിട്ട് റിവിഷൻ ചെയ്യാം. എക്സാമിന് വരുന്ന മാത്രം ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞു തരും. അത് മാത്രം ടാർഗറ്റ് ചെയ്ത് പറഞ്ഞു തരും. 8 o'clock ആയോ നിങ്ങളെ ഇതിലെ ക്ലോക്കിലൊക്കെ? മിസ്സിൻ്റെ 7:50 ആയിട്ടുള്ളല്ലോ. 7:50 ആയിട്ടേ ഉള്ളൂ. ക്ലിയർ? ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്. എന്താണ്? ലോഞ്ചിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത്. ലോഞ്ചിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയാൻ പോകുന്നത്. എന്താണെന്ന് ശ്രദ്ധിച്ചോളൂ.
നെക്സ്റ്റ് ക്ലാസ്സിൽ ടെസ്റ്റ് എക്സാം ഉണ്ടെങ്കിൽ മിസ് ഇൻഫോം ചെയ്യാട്ടോ. മിസ് പറയുന്നത് മാത്രം എഴുതിയാൽ മതി. എന്താണ് ഇതിൽ പറയുന്നത് എന്ന് വെച്ചാൽ ലണ്ടനിൽ അടുത്തുള്ള ഗ്രീൻവിച്ചിലൂടെ കടന്നു പോകുന്നതിനാൽ ഈ ഓരോ രേഖാംശ രേഖകളും ലണ്ടനിലുള്ള എന്തിലാണ് ഗ്രീൻവിച്ച് എന്ന സ്ഥലത്തിലൂടെയാണ് ഈ 0 ഡിഗ്രി കടന്നു പോകുന്നത്. ഓരോ രേഖാംശ രേഖയും കടന്നു പോകുന്നത് എവിടെ മുതലാണ്? ലണ്ടനിലുള്ള ഗ്രീൻവിച്ച് എന്ന സ്ഥലത്തിലൂടെയാണ് ഓരോ രേഖാംശ രേഖകളും 0 ഡിഗ്രി ആയിട്ട് കടന്നു പോകുന്നത്. അതിനെ പ്രൈം മെറിഡിയൻ ഗ്രീൻവിച്ച് രേഖ എന്നും പറയുന്നുണ്ട്. പ്രൈം മെറിഡിയൻ എന്നും ഗ്രീൻവിച്ച് മെറിഡിയൻ എന്നും വിളിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഇത് ഫിനിഷ് അല്ലാത്തവരൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തേ. എന്താണ് ഇമ്പോർട്ടന്റ് ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ലണ്ടനിൽ അടുത്തുള്ള ഗ്രീൻവിച്ച് എന്ന സ്ഥലത്ത് ഓരോ രേഖാംശ രേഖകളും കടന്നു പോകുന്നുണ്ട്. അത് 0 ഡിഗ്രി കടന്നു പോകുന്നതിനാൽ 0 ഡിഗ്രി രേഖാംശ രേഖയെ പ്രൈം മെറിഡിയൻ എന്നാണ് പറയുന്നത്. എന്താണ് ഇത്? ലണ്ടൻ എന്ന സ്ഥലത്തിൽ ലണ്ടൻ അടുത്തുള്ള ഗ്രീൻവിച്ച് എന്ന സ്ഥലത്തിലൂടെ ഓരോ രേഖാംശവും ഇതുപോലെ കടന്നു പോകുന്നതിനാൽ അത് ഏത് ഡിഗ്രിയിലാണ്? 0 ഡിഗ്രി രേഖാംശ രേഖയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അതിനെ എന്താണ് പറയുന്നത്? പ്രൈം മെറിഡിയൻ എന്നും പ്രൈം മെറിഡിയൻ എന്നും അതുപോലെ ഗ്രീൻവിച്ച് മെറിഡിയൻ എന്നും പറയുന്നുണ്ട്. അതാണ് അതിൽ പറയുന്നത്. ഇതുപോലെ ഇതിന് എതിർവശമുള്ള രേഖ 180 ഡിഗ്രിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് എതിർവശം ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലാണ്. 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര തീയതികൾ കണക്കാക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ അതേ സമയമാണോ ഗൾഫിലുള്ള സമയം? നമ്മുടെ നാട്ടിലുള്ള സ്ഥലം പോലെയാണോ ഗൾഫിലുള്ള സ്ഥലം? ടൈം അല്ല, വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ ടൈം കണക്കാക്കുന്നത് ഏതുപോലെയാണ്? ലണ്ടനിലുള്ള ഗ്രീൻവിച്ച് എന്ന സ്ഥലത്തിലൂടെ ഒരു രേഖ പാസ് ചെയ്യുന്നുണ്ട്. അത് 0 ഡിഗ്രി അടിസ്ഥാനത്തിലാണ്. 0 ഡിഗ്രി രേഖ അഥവാ ലോഞ്ചിറ്റ്യൂഡിലാണ് ഇത് കടന്നു പോകുന്നത്. എന്താണ്? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലാണ്. അതുകൊണ്ട് അതിനെ പ്രൈം മെറിഡിയൻ എന്നും അതുപോലെ ഗ്രീൻവിച്ച് മെറിഡിയൻ എന്നും പറയുന്നുണ്ട്. ഇതിന് ഓപ്പോസിറ്റ് പോകുന്ന രേഖാംശയാണ് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. ഇതിന് ഓപ്പോസിറ്റ് പോകുന്നതാണ് 180 ഡിഗ്രിയിലുള്ള ലോഞ്ചിറ്റ്യൂഡ്. അത് എന്താണ്? അന്താരാഷ്ട്ര അഥവാ ഗൾഫിലുള്ള അന്താരാഷ്ട്ര ടൈമുകൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അന്താരാഷ്ട്ര ടൈമുകൾ അഥവാ തീയതിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ക്ലിയർ ആണോ? എന്താണ്? ലണ്ടനിലുള്ള ഗ്രീൻവിച്ച് എന്ന സ്ഥലത്തിലൂടെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് പോകുന്നുണ്ട്. അത് നമ്മുടെ എന്ത് കണക്കാക്കാനാണ്? തീയതിയും കാര്യങ്ങളും കണക്കാക്കാനാണ്. അതിനെ പ്രൈം മെറിഡിയൻ എന്നും ഗ്രീൻവിച്ച് മെറിഡിയൻ എന്നും പറയുന്നുണ്ട്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് പോകുന്നുണ്ട്. അത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കണക്കാക്കാനാണ്. അന്താരാഷ്ട്ര തീയതികൾ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ദിസ് ലൈൻ ഈസ് നോട്ട് ഷൈൻ to avoid dividing countries and islands. രാജ്യങ്ങളെയും ദ്വീപുകളെയും വിഭജിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. രാജ്യങ്ങളെയും അതുപോലെ ദ്വീപുകളെയും വിഭജിക്കുന്നത് ലക്ഷദ്വീപ് ഉണ്ട്, അങ്ങനത്തെ ദ്വീപുകളും അതുപോലെ രാജ്യങ്ങളിൽ ഇന്ത്യ എന്ന രാജ്യം അതുപോലെയുള്ള രാജ്യങ്ങളെയും വിഭജിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രേഖ കണക്കാക്കുന്നത്. നെക്സ്റ്റ് അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇത് ഇന്റർനാഷണൽ ടൈം കണക്കാക്കുന്നതാണ് കേട്ടോ. ഇന്റർനാഷണൽ തീയതികളും ടൈമും കണക്കാക്കുന്നതാണ് ഈ ഒരു ഗ്ലോബ് പറയുന്നത്. അത് നേർരേഖയാണോ? അതിലൂടെ നേർരേഖയാണോ പോകുന്നത്? ആരോ അടുത്ത് ഗ്ലോബ് ഉണ്ടല്ലോ, അതാരതാ സർ ഗ്ലോബ്? ഇവിടെ അതന്നെ
അതാ പേരെന്താ? പേരെന്താണ്? ആ ആ ശ്രേയസ്. ശ്രേയസ്. ഗ്ലോബ് ഉണ്ടല്ലേ വീട്ടിൽ? യെസ്, അതുകൊണ്ട് പഠിക്കാൻ സിമ്പിൾ അല്ലേ? ഓക്കെ, അത് എടുത്തു വെച്ചിരിക്കട്ടെ എന്നാല്. ഓക്കെ, എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഇവിടെയൊക്കെ എന്താ രേഖാംശ രേഖ നേർരേഖയാണ്. എന്നാൽ ഇവിടെ അന്താരാഷ്ട്ര തീയതികൾ കണക്കാക്കുന്നത് നേർരേഖയിലൂടെ അല്ല, ഒരു വളഞ്ഞു പുളഞ്ഞു പോകുന്നില്ലേ? ഇല്ലേ? ഇത് നേർരേഖ അല്ലല്ലോ. അങ്ങനെയാണ് അന്താരാഷ്ട്ര തീയതികൾ കണക്കാക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താ? ദ പ്രൈം മെറിഡിയൻ ഡിവൈഡ് ദ എർത്ത് ഇൻടു ദ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ന് വെച്ചാൽ എന്താ? പ്രൈം മെറിഡിയൻ ഭൂമിയെ കിഴക്കൻ എന്നും പടിഞ്ഞാറ് എന്നും അർദ്ധഗോളമായി വിഭജിച്ചിരുന്നു. എന്താണ് പ്രൈം മെറിഡിയൻ? മിസ് പറഞ്ഞു ഇതുപോലെ എന്താണ് നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സദേൺ ഹെമിസ്ഫിയർ എന്നും കണക്കാക്കിയിരുന്നു എന്നാണ് കേട്ടോ. നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സദേൺ ഹെമിസ്ഫിയർ എന്നും കണക്കാക്കിയിരുന്നു. ഏതിനെ? പ്രൈം മെറിഡിയൻ ഭൂമിയെ സൗത്ത് എന്നും നോർത്ത് എന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡ് ദ ഈസ്റ്റ് ആർ the east and eastern longitude and thus to the west or western longitude. കിഴക്കോട്ടുള്ള രേഖാംശങ്ങൾ കിഴക്കൻ രേഖാംശങ്ങളൊന്നും അതുപോലെ പടിഞ്ഞാറോട്ടുള്ള രേഖാംശങ്ങളെ പടിഞ്ഞാറൻ രേഖാംശങ്ങൾ എന്ന് പറയുന്നു. ഈസ്റ്റ് എന്നുള്ള രേഖാംശം ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡിനെ ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ് എന്നും വെസ്റ്റിലുള്ള വെസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ് എന്നും പറയുന്നു. ക്ലിയർ ആണോ? ഈ സ്ലൈഡ് ക്ലിയർ ആയവർ ഒരു തംസ് അപ്പ് അടിച്ചേ. ഈ പോർഷൻ ക്ലിയർ ആയവർ ഒന്ന് തംസ് അപ്പ് അടിച്ചേ. എന്നാ ഫൺ ടൈം തരാം. മനസ്സിലായില്ല? ആര് വിളിച്ച് മനസ്സിലായേ? ഡയറിയ. യെസ്, ഫസ്റ്റ് പോയിന്റ് ആണോ എന്ന് വെച്ചാൽ ലണ്ടനിലടുത്ത് ഗ്രീൻവിച്ച് എന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്തിലൂടെയാണ് 0 ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോകുന്നത്. ഓക്കെ, 0 ഡിഗ്രി രേഖാംശ രേഖ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഇമ്പോർട്ടന്റ്. അതുപോലെ 180 ഡിഗ്രി രേഖാംശ രേഖയാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതിൽ 0 ഡിഗ്രി എന്താണ്? നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിലുള്ള നമ്മുടെ രാജ്യങ്ങളിലുള്ള അഥവാ ഈ ഭൂമിയിലുള്ള എന്താണ് രാജ്യങ്ങളിലുള്ള ടൈമും തീയതികളും ഒക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനെ പ്രൈം മെറിഡിയൻ എന്നും ഗ്രീൻവിച്ച് മെറിഡിയൻ എന്നും പറയുന്നുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് 180 ഡിഗ്രിയിൽ ഒരു ലോഞ്ചിറ്റ്യൂഡ് പോകുന്നുണ്ട്. 180 ഡിഗ്രിയിൽ ഒരു ലോഞ്ചിറ്റ്യൂഡ് പോകുന്നുണ്ട്. അത് ഇന്റർനാഷണൽ ഡേറ്റ് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ? യെസ്. ഡൗട്ട് ഉള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഓക്കെ, മിസ്സിന്റെ ക്ലാസ് ഇഷ്ടായോ? മനസ്സിലായവരൊന്ന് കമന്റ് ചെയ്യാമോ? മനസ്സിലായി ഒരു റെഡ് ഹെഡ് കമന്റ് ചെയ്യാമോ? മിസ്സിന് ഒരു പവർ ആക്കാൻ റെഡ് ഹെഡ് കമന്റ് ചെയ്യാമോ? മനസ്സിലായി മിസ് എന്ന് പറഞ്ഞ് റെഡ് ഹെഡ് കമന്റ് ആക്കാമോ? യെസ്. ഇതാണോ? ഇതോ? ഇതാണോ? ആകെ ഇതേ ഉള്ളൂ. ഇതിലേതാ പറയുന്നേ? ഫസ്റ്റ് വൺ ഇത്. ഇതാണോ? അത് ഇതന്നല്ലേ? ഇതാണോ? ഇതെന്താ ഡൗട്ട് ആണോ? എന്നാ സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ. യെസ്. നെക്സ്റ്റ്.
ലാസ്റ്റ് പറഞ്ഞില്ലേ എന്താണ്? 2, 3, 4 പോയിന്റ്സ് എന്താണ് ലാസ്റ്റ് പറഞ്ഞില്ലേ? ഏറ്റവും ലാസ്റ്റ് പറഞ്ഞതാണോ? ഇതാണോ? ഫസ്റ്റത്തെ എനിക്ക് മനസ്സിലായി. ആ 2, 3, 4 എനിക്ക് മനസ്സിലായി. 2, 3, 4 ആണോ? ഓക്കെ. രണ്ടാമത്തെ ലൈൻ ഈസ് നോട്ട് ടു അവോയ്ഡ് ഡിവൈഡിങ് കൺട്രീസ് ആൻഡ് ഐസ്ലാൻഡ് എന്ന് വെച്ചാൽ രാജ്യങ്ങളും ദ്വീപുകളും ഇല്ലേ, നമ്മുടെ ലക്ഷദ്വീപ് അങ്ങനത്തെ ദ്വീപുകളില്ലേ, ഈ ദ്വീപുകളെയും അതുപോലെ രാജ്യങ്ങളെയും വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രേഖ ഉണ്ടാക്കുന്നത്. അഥവാ വിഭജിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രേഖ കണക്കാക്കുന്നത് എന്നാണ് പറയുന്നത്. തേർഡ് പോയിന്റിൽ പറയുന്നത് ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? തേർഡ് പോയിന്റ്, the prime meridian divide the earth into the ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ. നമ്മൾ പറഞ്ഞില്ലേനോ, ഈ എന്താ വെച്ചാൽ ഈ പ്രൈം മെറിഡിയൻ എന്നതിനെ ഈസ്റ്റേൺ എന്നും വെസ്റ്റേൺ എന്നും ഹെമിസ്ഫിയർ ആക്കി തിരിച്ചിട്ടുണ്ട്, 2 അർദ്ധഗോളങ്ങളാക്കി തിരിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. കിഴക്കോട്ടുള്ള ലോഞ്ചിറ്റ്യൂഡ് അഥവാ ഈസ്റ്റിലുള്ള ലോഞ്ചിറ്റ്യൂഡിനെ ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ് എന്നും വെസ്റ്റിലുള്ളതിനെ വെസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ് എന്നും പറയുന്നുണ്ട് എന്നാണ് കേട്ടോ. ക്ലിയർ? ഓക്കെ, എന്നാ ഒരു പാട്ട് പാടാലോ, എന്നിട്ട് ബാക്കിയുള്ളവരെ വിളിക്കാട്ടോ. ഡൗട്ട് ഉള്ളവർ ഇവിടെ നിക്കണേ, മിസ് ക്ലിയർ ആക്കിയിട്ട് വിടാം. ഒരു 2 പാട്ട് പാടിയാലോ, എന്നിട്ട് പോയാലോ? ഓക്കെ സർ, രണ്ടാളെ വിളിച്ചോളൂ. കമന്റ് ചെയ്യാമോ? പാട്ട് പാടേണ്ടവര് ഹാൻഡ് റൈസ് ചെയ്താ മിസ് വിളിക്കൂല. പാട്ട് പാടാൻ ഹാൻഡ് റൈസ് ചെയ്താ മിസ് വിളിക്കൂല. മനസ്സിലാവാത്തവരിവിടെ നിന്നാ മതി. പാട്ട് പാടി കഴിഞ്ഞിട്ട് മിസ് ഒന്നുകൂടെ പറഞ്ഞു തരും. സുവർദിക്കുട്ടി, യെസ്, പാടിക്കോളൂ. ഓക്കെ, വെരി ഗുഡ്, നല്ല പാട്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഭൂമിക. പാട്ട് പാടാമോ? പാടിക്കോളൂ. അത്തിമര ചോട്ടിൽ വന്നാൽ താരകരാവോ, രാവിൽ നിന്റെ പൂമുഖം കണ്ട് ഉടകം കൊണ്ട് വെറ്റില മാർന്ന് കണ്ണാടി പുഴയിലെ താരകരാവോ, ലാവല്ലോ തീരത്ത് ഓളങ്ങൾ തീരാത്ത ദാഹത്തിൻ താളങ്ങൾ, വാപ്പൊരുതാ പോയിടാ നിന്നതി പോയിടാ, കയ്യിലിട്ട പെണ്ണാകെ എത്തിത്തൊടാ എത്തുകില മാറി മിന്നൽ വള കയ്യിലിട്ട പെണ്ണാകെ
പാട്ടായിരുന്നു കേട്ടോ. ഇനി പാട്ട് പാടാത്തവർക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പാട്ട് പാടാട്ടോ. ആർവിനും കൂടെ പാട്ട് പാടാം. മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രിയനും മുന്നായവനെ കാലം കാത്തു വച്ച രക്ഷകനെ സ്നേഹകനെ അണ്ണൻ കണ്ണാനായി വന്നവനെ ഭയമേ മാറിപ്പോയി അണ്ണൻ വന്ന കുമ്പിട്ടുന്നില്ല ഇരുട്ടൽ സിറ്റി പാറും രാജാവിധി എല്ലാവരും ചൊല്ല് ഇവനെ തൊഴുവാരാ തിരത്തിരുന്നിരക്ക് കാലം നടുക്ക് വച്ചാൽ സ്വർഗം പോലും മണ്ടൽ വേണ്ട ഇല്ലുമിനാട്ടി അണ്ണൻ തനിദാനം കൊലമല്ലോ പിന്നാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനിദാനം കൊലമല്ലോ പിന്നാട്ടി പേന കത്തി കൊണ്ട് വിദ്യാരവം കുത്ത് ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലി ശ്രീരം കൊണ്ട് മറാത്ത വാശി നെഞ്ചിൽ കൂട്ടി വെച്ചോരങ്ങക്കണി തീരാത്ത വാശി അണ്ണൻ മീശ വെച്ചോരട്ട പുലി ഇടയ മണ്ണോർത്തും മണ്ടയകത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസടിച്ച സോഡ സർവത്ത് നൊടിയിൽ നൊടുവാറ തിടത്തിടും കരുത്ത് കാലം നടുക്ക വെച്ച സ്വർഗം പോലും മണ്ടൽ വേണ്ട ഇല്ലും പിന്നാട്ടി അണ്ണൻ തനിദാനം കൊലമല്ലോ പിന്നാട്ടി ഇല്ലും പിന്നാട്ടി അണ്ണൻ തനിദാനം കൊലമല്ലോ പിന്നാട്ടി. ഓക്കെ, വെരി ഗുഡ്. നല്ല പാട്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി ഡൗട്ട് ഉള്ളവർ ഹാൻഡ് റൈസ് ചെയ്ത് നിൽക്കുക. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ബൈ ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു വരണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു വരണം. ഡൗട്ട് ഉള്ളവർ ഹാൻഡ് റൈസ് ചെയ്ത് നിൽക്കുക. ബാക്കിയുള്ളവർക്ക് ബൈ ബൈ. അടുത്ത ക്ലാസ്സിൽ മിസ് ഇതിന്റെ ബാക്കിയെടുക്കും. അതുപോലെ റിവിഷനുമായിരിക്കും. നന്നായിട്ട് പഠിച്ചു വരണം. മിസ് എവിടെ നിന്ന് ചോദിച്ചാലും മക്കൾക്ക് ഉത്തരം കിട്ടണം. മിസ് ഏത് പോർഷനിൽ ഏത് ഭാഗത്ത് നിന്ന് ചോദിച്ചാലും ആൻസർ കിട്ടണം. ക്ലിയർ അല്ലേ? ഓക്കെ, ബൈ ബൈ. പഠിച്ചു തന്നെ മിസ്സിന് പ്രോമിസ് തന്നൊക്കെ മിസ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് അതിന്റെ കുറച്ച് പോയിന്റ്സ് ഇല്ല. 2 ഹെമിസ്ഫിയർസ് ഒക്കെ പറഞ്ഞ ടീച്ചർ കുറച്ച് അണ്ടർലൈൻ ഒക്കെ ചെയ്തേ. അതാണ് നേരത്തെ പഠിച്ചത്. ഇതാണോ? ഇതല്ല നേരത്തെ അതിന്റെ മുന്നേ പഠിച്ചത്. ഇതാണോ? അതന്നെ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടോ. ഓക്കെ, നെക്സ്റ്റ്. തൻഹ. എന്താണ്? ഏതാണ്? ഇതാണോ? ഇതാണോ? സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ. നെക്സ്റ്റ്. ക്ലിയർ ആവുന്നില്ലല്ലോ മോള് പറയുന്നേ. ഒരു മിനിറ്റ്, ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ? ഇനി ഏതാ മോക്ക് വേണ്ടേ? ഇതാണോ? എന്തോട് പറയുന്നേ? ഇത് സ്ക്രീൻഷോട്ട് എടുക്കാനാണോ? ഇതാണോ? ഓക്കെ, നെക്സ്റ്റ്. ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡിന്റെ മൂന്നാമത്തെ അതന്നെ ആ കൈന ടിക്കറ്റ് ഇത് അതിലല്ല. ഓക്കെ. സ്ക്രീൻഷോട്ട് എടുക്കാനാണോ? അല്ല, ഡൗട്ടാണ്. ഏതാണ്? ലാറ്റിറ്റ്യൂഡ് ഇത് ലാറ്റിറ്റ്യൂഡ്
In the north of the equator are called it അതില്ലേ ഇതിലുള്ളതാണോ ഈ പോർഷൻ ആണോ മനസ്സിലാവാത്തെ? അല്ല ഇതാണോ 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 ഇതിലേതാ മനസ്സിലാവാത്തെ? മൊത്തത്തിലൊന്ന് പറഞ്ഞോ. മൊത്തത്തിലാ വേണ്ടത്? മിസ് വോയിസ് അയച്ചോ? അല്ല മിസ് ഇപ്പൊ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. ഓക്കെ, ഇതെന്താന്ന് പറഞ്ഞുതരാം. ലാറ്റിറ്റ്യൂഡ് ഇൻ ദ നോർത്ത് ഓഫ് ഇതന്നല്ലേ ഇക്വറ്റർ ആർ കോൾഡ് നോർത്തേൺ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ദസ് ഇൻ ദ സൗത്ത് ആർ ദ കോൾഡ് സദേൺ ലാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഇത് മിസ് പറഞ്ഞില്ലായിരുന്നോ? ഭൂമധ്യരേഖ, ഇതിന്റെ സെൻട്രലിലൂടെ ഒരു രേഖ പോകുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ഭൂമധ്യ രേഖ എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ നമ്മൾ ഇത് നോർത്ത് എന്നും ഇത് സൗത്ത് എന്നും പറഞ്ഞ്, ഈ നോർത്തിൽ നിന്ന് ഈ ഇക്വറ്റർ എന്നാണ് കേട്ടോ, ഈ ഭൂമധ്യ രേഖ എന്ന് പറഞ്ഞാൽ ഇക്വറ്റർ എന്നാണ് കേട്ടോ. ഓക്കെ, ഈ നോർത്തിൽ നിന്ന് ഈ ഇക്വറ്ററിലേക്ക് വരുന്ന രേഖയാണ് പറയുന്നതാണ് നോർത്തേൺ ലാറ്റിറ്റ്യൂഡ് എന്ന്. ക്ലിയർ ആണോ? അതുപോലെ സൗത്തിൽ നിന്ന് ഇക്വറ്ററിലേക്ക് പോകുന്ന രേഖയെ സദേൺ ലാറ്റിറ്റ്യൂഡ് എന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയട്ടെ. ഓക്കെ, അതുപോലെ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ഈ ബന്ധിപ്പിക്കുന്ന രേഖയില്ലേ, അതിനെയാണ് നമ്മൾ ഭൂമധ്യ രേഖ അഥവാ ഇക്വറ്റർ എന്ന് പറഞ്ഞില്ലായിരുന്നോ? അതാണ് സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞത്. ഇഫ് എ സ്ട്രൈറ്റ് ലൈൻ ഈസ് ഇമാജിൻഡ് ത്രൂ ദ സെന്റർ ഓഫ് ദ എർത്ത് കണക്ടിംഗ് ദ പോൾസ്, ദാറ്റ് ഈസ് ദ എർത്ത് ആക്സിസ്. ക്ലിയർ? യെസ്. നെക്സ്റ്റ് പറയുന്നതാണ് ദ എർത്ത് റൊട്ടേഷൻ ഓൺ ദിസ് ഇമാജിനറി ആക്സിസ് എന്ന് വെച്ചാൽ ഭൂമി ഈ സാങ്കല്പിക അക്ഷത്തിലാണ് കറങ്ങുന്നത്. ഇതുപോലെ വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക് ഇതുപോലെയാണ് കറങ്ങുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞു ദ ആക്സിസ് ഇൻ ഇംഗ്ലണ്ട് അറ്റ് ആൻ ആംഗിൾ ഓഫ് 23.5 degree ഫോം ദ പെർപെൻഡിക്കുലർ ടു ദ ഓർബിറ്റൽ പ്ലാൻ എന്ന് വെച്ചാൽ ഈ ഭൂമി കറങ്ങുന്നത് 23.5 ഡിഗ്രിയിലാണ്. നമ്മൾ ഭൂമി ചെരിഞ്ഞിട്ടല്ലേ ഇവിടെ കറങ്ങുന്നത്, റൊട്ടേഷൻ ചെയ്യുന്നത്, അത് 23.5 ഡിഗ്രിയിലായിട്ടാണ് കേട്ടോ. ക്ലിയർ? നെക്സ്റ്റ്. വെൽക്കം ആൻഡ്രിയ കുട്ടി. എന്താണ്? എന്താണ് ഒന്നുകൂടെ പറയോ? പെർപെൻഡിക്കുലർ എന്നാണോ? അതെന്ന് പറയാൻ ലംബമായി, നേരെ, ഭൂമിയുടെ ലംബമായി എന്ന് പറഞ്ഞാൽ നേരെയാണ് കേട്ടോ. സുഹൃത്ത്, എന്താണ് സുഹൃത്ത് കുട്ടി? ഇതാണോ? ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ. എടുത്തോ? ഓക്കെ, ബൈ. പഠിച്ചു തരണം കേട്ടോ.